അവർക്ക് രണ്ടുപേർക്കും ആ ഒരു മൈഗ്രെയിൻ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം അല്ല. അതേപോലെ കൊളസ്ട്രോളിന്റെ പ്രശ്നം, ബിപിയുടെ പ്രോബ്ലം എല്ലാം ഉണ്ടായിരുന്നു ഹസ്ബൻഡിന്. ഈ ഒരു പ്രൊഡക്റ്റിലൂടെ മാറി. അപ്പൊ അത് ഇഷ്ടംപോലെ റിസൾട്ടുകൾ പറയാൻ വെച്ചാൽ നമുക്ക് മതിയാവില്ല. അത്രയ്ക്കും ദൈവതുല്യമായ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. അതുകൊണ്ട് ഇനി പ്രൊഡക്റ്റിന്റെ റിസൾട്ട് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കടന്നു വരിക. പേര് ഓക്കെ, എല്ലാവരും ഒന്ന് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതൊന്ന് എല്ലാവരും നോക്കുക. തങ്ങളുടെ വീട്ടിലുള്ള ഡിസ്റ്റർബൻസുകൾ മറ്റുള്ളവർക്കും ഡിസ്റ്റർബ് ആവാത്ത വിധത്തില് നോക്കുക. ഓക്കെ, എല്ലാവരും കടന്നു വന്നോളൂ. ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ റിസൾട്ടുകളുമായിട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യാൻ പ്ലീസ് വെൽക്കം ഓൾ. ഓരോരുത്തരായിട്ട് കടന്നു വന്നു തങ്ങളുടെ റിസൾട്ടുകൾ പങ്കുവെച്ചോളൂ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. അതുപോലെ കുറച്ച് അത്ഭുതങ്ങൾ പറയാനായിട്ടുണ്ട്. ഒരുപാട് 1 മണിക്കൂർ പറയാം. ഒരു 15-10 മിനിറ്റ് ഞാൻ തീർക്കാമെന്ന വിചാരിക്കുന്നത്. ഞാനിത് വന്നിട്ട് ഞാനിപ്പോ എന്റെ ഈ ബൈറ്റോറിയം ഇതിലേക്ക് വന്നിട്ട് ഒരു 7 മാസക്കാലമായിട്ടുള്ളു. പക്ഷെ ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്നോ ആലോചിച്ചിട്ടില്ല. ഇതിങ്ങനെ വന്ന് നമ്മളോട് ഒരു കൂട്ടുകാരൻ പറഞ്ഞു. കൂട്ടുകാരൻ എന്ന് പറയുന്നത് മനോജ് എന്ന പേര്. മനോജിന്റെ കൂടെ ഒരു സാറും ഉണ്ടായിരുന്നു വരുന്നുണ്ട്. അവര് രണ്ടുപേരും വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്തെന്നറിയാം. ഓക്കെ, ഞാൻ ഇതിനു മുന്നേ ഇതുപോലത്തെ ഒരു വിയപ്പെട്ട ജപ്പാൻ ലൈഫ് എന്ന് പറയുന്ന സാധനം 1998 76,000 രൂപ കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇത് ഭയങ്കര വില കുറവാണ്, നല്ല രസമാണ്. ഇതൊക്കെ കൈ തൊട്ടാൽ തന്നെ നമുക്കൊരു സുഖമുണ്ട്. അതുമാതിരി ഈ സാധനം ലൂസ് ചെയ്തിട്ട് ഇത് വെക്കുന്ന പേടയിലൊക്കെ ഒന്ന് കൈ വെത്തണമെങ്കിൽ ഒരു സുഖം. ഈ ബെഡിലൊക്കെ നമുക്ക് കിടന്നിറങ്ങി തന്നെ ഒരു സുഖം ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ തൊണ്ട ശരിയല്ല. അപ്പൊ ഈ സംഭവം വന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എന്റെ വണ്ടിയുടെ കുറച്ച് ലോൺ അടക്കാനുള്ള പൈസ വെച്ചിരുന്നു. ആ പൈസ വെച്ചിട്ട് ഞാൻ അപ്പൊ തന്നെ വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അന്വേഷിക്കാതെ ഈ സാധനം വാങ്ങുകയാണ് ചെയ്ത് 9,800 ഒരു സിംഗിൾ പാക്ക്. ഇത് വാങ്ങി അവര് പോവുകയും ചെയ്ത് സാധനം മേടിച്ചു തന്നിട്ട് കാശ് മേടിച്ചിട്ട്. പക്ഷെ വീട്ടിൽ നിന്ന് ഇതൊക്കെ കഴിഞ്ഞ വൈഫ് ഭയങ്കര ഒരു എന്താ പറയണ, എന്തിനാണ് ഇത് വാങ്ങുന്നത്, എന്ത് കാര്യമുണ്ട് ഇത് വാങ്ങി, എന്ത് സാധനം വന്നാലും വാങ്ങിച്ചു വെക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സാറോട് നമ്മ എന്തോരം പൈസ കളയുന്നു, ആ പൈസയില് കുറച്ച് പൈസ നമ്മ കളഞ്ഞു എന്ന് വിചാരിച്ചാൽ എന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊരു സത്യം പറയാം, ഇത് ഞാൻ വൈഫിന് തന്നെയാണ് ഉപയോഗിക്കാൻ കൊടുത്തത്. അതിന്റെ സൈഡിൽ ഞാൻ കിടക്കുള്ളൂ. വൈഫിന് നേരെ എടുത്തിട്ട് ഒരു 7-8 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും, 8-10 ദിവസത്തിനകം. അപ്പൊ പുള്ളിക്കാരത്തി ഞാനിങ്ങനെ ഒരു ദിവസം പറഞ്ഞേ, ഈ സംഗതി പൈസ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അത്ര സൂപ്പർ സുഖമായി എഴുന്നേറ്റ് പോരാണെന്നാ പറയുന്നത്. ഭയങ്കര സന്തോഷമായിട്ടാ പറഞ്ഞ എന്നോട്. പറയണ വേറൊന്നുമല്ല, ഇതിനകത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു പ്രത്യേക സുഖം. രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കണം എന്ന് വിചാരിച്ചോ? അപ്പൊ 12 മണിക്ക് എഴുന്നിട്ട് 4 മണിക്ക് എഴുന്നേക്കെന്ന് വെച്ചോ, 4 മണിക്ക് നമുക്ക് എഴുന്നേക്കാൻ പറ്റും. ഞാനൊരു റിയലി ഫാക്ടാണ് ഈ പറയണേട്ടാ, തമാശ പറയണല്ല, ഒരു ഭംഗിക്ക് പറയണതല്ല. ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണേ. എത്ര മണിക്ക് എഴുന്നേക്കണം നമ്മൾ വിചാരിക്കുന്നു ആ സമയത്ത് നമുക്ക് എഴുന്നേക്കാൻ പറ്റും. അത്രയും റിലാക്സ് ആണ്. പക്ഷെ അതുപോലെ നമ്മ ലേഡീസ് ഒക്കെ എഴുന്നേറ്റ് കൈക്കും കാലിനൊക്കെ ചെറിയ ചെറിയ ഈ ചിക്കൻ ഗുനിയ എന്നൊരു സംഭവം വന്നിട്ടല്ലേ, അതിനുശേഷം മുതലാണ് ഈ കാലിനും കൈക്കൊക്കെ ജോയിന്റ് പെയിൻ. മനസ്സിലായ? അപ്പൊ ആ ജോയിന്റ് പെയിൻ എത്ര ആയിരുന്നു എന്ന് എനിക്കറിയില്ല. ഇതിനൊക്കെ ഭയങ്കര ഒരു പരിഹാരം തന്നെയാണ് ഈ സാധനത്തിന്. ശരിക്കും പറഞ്ഞാൽ രാവിലെ എഴുന്നേക്കുമ്പോ കുളിച്ചിട്ട് എഴുന്നേക്കൂലേ, കുളിച്ചു പോകുന്ന മാതിരി പോകുന്നത്. അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പൊ അത് പുള്ളിക്കാരത്തേക്ക് അങ്ങനെ പറഞ്ഞപ്പോ എന്റെ മനസ്സിന് സന്തോഷം എന്താണെന്നറിയോ, ഞാൻ മേടിച്ചതിന് അല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്തെങ്കിലും കുറ്റവും പറയുള്ളൂ. വേറെ ഒന്നുമല്ല, കണ്ടമാനം പൈസ ഇങ്ങനെ കളയുമായിരുന്നു എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച്. ആര് കൊടുന്നിട്ട് ഞാൻ വേണ്ടെന്ന് പറയില്ല. അപ്പൊ ഇത് വാങ്ങിച്ചതിന്. പക്ഷെ ഞാൻ അത് കഴിഞ്ഞ ശേഷം 2 എണ്ണം കൂടി 16,500 ഒരു പാക്കും കൂടി മേടിച്ചു. അങ്ങനെ എല്ലാവരും ഉപയോഗിക്കാൻ വേണ്ടിട്ട് അങ്ങനെ 3 എണ്ണം ഉപയോഗിക്കുന്നുണ്ട്. ഇത് എന്റെ കുറച്ച് അനുഭവം. പിന്നെ പുള്ളിക്കാരത്തേക്ക് ഇപ്പോഴുള്ള അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, 391 വരെ ഷുഗർ ഉണ്ടായിരുന്ന ആളാണ്. അതിന് ഞാൻ MI ലൈഫ് എന്നുള്ള ഒരു സപ്ലിമെന്റ് കഴിക്കുമായിരുന്നു. അത് കൊടുത്ത് കുറച്ചൊക്കെ ആശ്വാസം കിട്ടിയിരുന്നു. പക്ഷെ ഇതിലോട്ട് വന്നപ്പോഴില്ല. ഇപ്പൊ ഒരു ഷുഗറിനെന്നും പറഞ്ഞിട്ട് ഒരു മെഡിസിൻ കഴിക്കുന്നില്ല എന്നുള്ള സത്യം പറയുകയാണെങ്കിൽ റിയലി അതൊന്ന്. പിന്നെ തൈറോയിഡ് 125 ടാബ്ലറ്റാ കഴിച്ചിരുന്നത്. ആ ടാബ്ലറ്റ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 50 ഒരെണ്ണം കഴിക്കുന്നുണ്ട്. അപ്പൊ ഏതോ ഒരെണ്ണം കൂടുതലുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ ചെക്ക് ചെയ്തപ്പോ പറഞ്ഞ് ഇത് കുറവുണ്ട്, ഇപ്പൊ നല്ല ആശ്വാസം ഉണ്ട് നിങ്ങൾക്ക്, 2 ആഴ്ച മുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ അടുത്ത പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോ നമുക്ക് വേണമെങ്കിൽ ഇത് കുറക്കാം അല്ലെങ്കിൽ നിർത്താൻ പറ്റും കേട്ടോ ചിലപ്പോ. പക്ഷെ ഇതുവരെ ഒരു ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ, സത്യമായിട്ട് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് കൂടാതെ എനിക്ക് വേറൊരു റിസൾട്ട് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാം,
ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്ത് ഈ സാധനം നമ്മൾ മാത്രം ഉപയോഗിക്കുന്നത്. ഞാൻ 2-3 മാസക്കാലം വേറെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. ഒരു 2 മാസം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി എന്നാ ഒന്ന് പറയണം ആരോടെങ്കിലും. അപ്പൊ 2-3 പേര് പറഞ്ഞവരൊക്കെ എടുത്തു. അപ്പൊ ഞാൻ ഈ സപ്ലിമെന്റ് കൊടുത്തിരുന്ന ഒരു ലേഡി ഉണ്ട്, എന്റെ കൂട്ടുകാരന്റെ അമ്മയാണ്, ജാക്സിന്ന കൂട്ടുകാരന്റെ വൈഫിന്റെ പേര്. അപ്പൊ ജാക്സിന്റെ അമ്മയെ ഞങ്ങൾ വിളിക്കണം. ഞങ്ങളുടെ അടുത്തൊരു 2-3 കിലോമീറ്റർ ദൂരമുള്ളൂ. അവരിങ്ങനെ എന്നെ വിളിച്ചിട്ട് പറയാണ്, പിന്നെ അവസ്ഥ എനിക്ക് കാലിനൊക്കെ ഇത്തിരി വേദന കൂടുതലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എത്ര മാസം, ഇപ്പൊ 3-4 മാസം അതൊന്നും മേടിക്കുന്നില്ല, പിന്നെ കൂടാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു. മരുന്ന് മേടിക്കുന്നില്ല. മരുന്ന് മേടിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഡോക്ടറെ കണ്ടിട്ടുണ്ട്, എന്നാലും ഒന്ന് വന്നിട്ട് ആ സപ്ലിമെന്റ് കുറച്ച് തരണമെന്ന് പറഞ്ഞു. ആ സപ്ലിമെന്റ് കുറഞ്ഞത് നോവേദന ജെല്ലി, നോവേദന ടാബ്ലറ്റ്, ചമ്പി തരി, ഇത് 3 അത് 2000 രൂപ വരും. അതിന് 1 മാസത്തെ കടയിൽ പറയണം. ഈ സാധനം കൊണ്ട് ചെല്ലാണ്ട് എന്റെ അടുത്ത് സാധനം ഞാൻ വാങ്ങിച്ചതിന്റെ സ്റ്റോക്ക്, എന്റെ കുറെ സാധനം സ്റ്റോക്ക് ഉണ്ടായിരുന്നു അന്നേരം. അത് ഈ സാധനം ഇല്ല, പറയുന്ന സാധനമില്ല. അപ്പൊ ഞാൻ ഇവരുടെ വീട്ടിലേക്ക് 2 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ചെല്ലണം അങ്ങോട്ട്. അപ്പൊ ഞാനൊരു പ്രൊഡക്ഷൻ കൂടെ, ഞാൻ ഈ ഒരു 100ന്റെ 2 ഡബിളിന്റെ 16,500 ഒരു പ്രൊഡക്ഷൻ കൂടെയാണ് ചെല്ലണം ശരിക്കും പറഞ്ഞാൽ. ഇത് ഞാൻ നേരത്തെ പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഇത്രയും തെളിച്ചൊന്നും പറഞ്ഞില്ല, ഞാനിപ്പോ തെളിച്ചു പറയണേ ശരിക്കും. അവിടെ ചെന്ന് അപ്പൊ എന്റെ കൂടെ ഒരാളുണ്ടായിരുന്നു, നമ്മുടെ സാറുണ്ടായിരുന്നു. സാറുമായിട്ട് സംസാരിച്ച് എല്ലാം ക്ലിയർ ആയി. അപ്പൊ പുള്ളിയുടെ വണ്ടിയിൽ കുപ്പി ഈ വാട്ടർ ഇതുണ്ടായിരുന്നു, അതും വെച്ചു കൊടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞേ, പക്ഷെ കൊണ്ടുതരണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും കൊണ്ടുതരല്ലേ, ഞാൻ വേറെ സാധനം കൊണ്ടുവന്നേക്കണം പറഞ്ഞു. അയ്യോ എനിക്ക് അതല്ല വേണ്ടത്, എനിക്ക് കാലിന് അത്ര സഹിക്കാൻ പറ്റാത്ത വേദനയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് നോക്കാൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ നമുക്കെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരത്തെ റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരുന്നില്ല. പുറത്തോട്ട് വരാതിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു വാ എന്തായാലും വന്നിട്ട് നമുക്ക് ഇത് നോക്കാന്ന് പറഞ്ഞു. എന്റെ അടുത്ത് സോഫ്റ്റ് എടുത്ത് എന്റെ അടുത്ത് അതിന്റെ ചെവിയിലാ പറയണത്, ഏകദേശം എനിക്കിനി മരിച്ചാൽ മാത്രം മതി, അതിന് അത്രയും വേദനയാണ് അനുഭവിക്കണം, അതുകൊണ്ട് ഞാൻ വിളിച്ചാലും വിളിക്കൂലായിരുന്നു എന്നോട് പറയണേ. ഞാൻ പറഞ്ഞു അയ്യോ നമുക്ക് സമാധാനം ഉണ്ടാക്കാം, അയ്യോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ നോക്കാം, നമുക്ക് ഇതൊന്നും നമുക്ക് പരീക്ഷിച്ച് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഒരു മാക്സി ഉടുപ്പായിട്ട് ഞാൻ തന്നെ ഈ ഉടുപ്പ് ഇങ്ങനെ മാറ്റിയിട്ട് നോക്കി, കാലിന്റെ മുട്ട്, ഈ അടുത്ത കാലിന്റെ മുട്ട് ഭയങ്കര സ്വെല്ലിങ് ആണ്, പക്ഷെ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇങ്ങനെ തൊട്ടിട്ട് അന്നങ്ങ് തൊടാൻ പറ്റില്ല. അവര് പറഞ്ഞു എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു, അത്രക്കും ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സമാധാനം ഉണ്ടാക്കാൻ നമുക്ക് എന്തെങ്കിലും നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഞാൻ നമ്മുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ അതില്ല, ആ പേടി ഞാൻ എടുത്ത് അവിടെ കാലെ ചുറ്റി, എന്നിട്ട് കുപ്പിയിലുള്ള വെള്ളം നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന വെള്ളം കൊണ്ട് അവർക്ക് കൊടുത്ത് 2-3 ഗ്ലാസ് കുടിക്കാൻ പറഞ്ഞു. അപ്പൊ പെങ്ങളുടെ മോൻ ബോംബെന്ന് പറഞ്ഞാൽ അറിയാതെ വന്നിരിക്കണം. അപ്പൊ ഞാൻ പെട്ടെന്ന് വന്ന് സ്തുതി വന്നപ്പോ അങ്ങനെ വെയിറ്റ് ചെയ്താണ്ടോ, സോറി. അപ്പൊ ഇവരോട് ഞാൻ പറഞ്ഞ് ഇത് ചുറ്റി കൊടുത്തു, പറഞ്ഞു വെള്ളം 2 ഗ്ലാസ് കൊടുത്തു, ഒരു 10-15 മിനിറ്റ് കൊണ്ടിട്ട്. അതും കഴിഞ്ഞിട്ട് അവരോടൊന്നും ഇത്തിരി മിണ്ടാതിരിക്കാൻ പറ സാറേ, സാർ പറയണത് ഇവിടെ ഞാൻ കണ്ട് അതേ ആരും അറിയാതെ ബോംബെന്ന് എന്റെ ചേട്ടന്റെ മക്കള് വന്നേക്കണ, അതാ വന്നത് പെട്ടെന്ന്, സോറി കേട്ടാ. അപ്പൊ ഈ സംഭവം ഇങ്ങനെ നടന്ന്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഈ കാലയിൽ ചുറ്റി ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ചു നേരം നമുക്കിരുന്ന് വർത്താനം പറയാം. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് 16,500 രൂപ ഇങ്ങനെ പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പൈസ ഇല്ലെങ്കിൽ കാര്യം നടക്കൂല. ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു, സ്വന്തം അമ്മക്കും അല്ലെ പെങ്ങൾക്കും മാത്രം, വൈഫിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ കുഴപ്പമില്ല, എന്റെ പൈസ ഉണ്ട്, ബാങ്കിലുണ്ട്, നാളെ തരാം, മേടിച്ചത് അത് മതി, കുഴപ്പമില്ല. ഇതൊക്കെ പറഞ്ഞു ഇന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു എഴുന്നേറ്റ് നടക്കുന്നു പറഞ്ഞപ്പോ നടക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറഞ്ഞു എനിക്ക് എന്തോ ഒരു സുഖം തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് വേദനക്കൊന്നും കുറവില്ല, പക്ഷെ ഒരു സുഖമുണ്ട്, വേദനക്ക് ഒരു റിലാക്സ് പോലെ തോന്നണ്ടെന്ന് പറഞ്ഞു. അത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സാധനം ഞാൻ നാളെ പൈസ തരാന്ന് പറഞ്ഞാൽ ഈ 16,000 അവരുടെ ബെഡ് എടുക്കുമ്പോൾ ഞാൻ തന്നെ വിരിച്ചു കൊടുത്ത് ഒരു കുപ്പി പറഞ്ഞു കൊടുത്തിട്ടും ബെഡ് ഷീറ്റൊക്കെ വിരിച്ചു കൊടുത്തിട്ട് ഞാൻ പറയണേ നിങ്ങൾ ഇന്ന് സുഖമായിട്ട് ഇരുന്ന് ഉറങ്ങിക്കോടാന്ന് പറഞ്ഞു, ബാക്കി നാളെ അല്ലെ മറ്റന്നാൾ നമുക്ക് കാണാന്ന് പറഞ്ഞു. നാളെ 12 മണിയാകുമ്പോൾ അതിന്റെ പൈസ എടുത്ത് വെച്ചേക്കാന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് രാവിലെ 7:30 മണിയായപ്പോ ഈ ജാക്സൺ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീ എന്നെ വിളിക്കുന്നത് രാവിലെ. ഞാൻ വിചാരിച്ചു എന്താണോ വിളിക്കാന്ന് എനിക്കറിയാൻ വളരെ വിഷമിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഫോൺ എടുത്ത് എന്താ മമ്മി എന്ന് ചോദിച്ചു. ഇല്ല കുഴപ്പമൊന്നുമില്ല, പുള്ളിയുടെ ഹസ്ബൻഡ് അവരുടെ കാര്യത്തെ പറ്റി എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല ഒരിക്കലും. പറഞ്ഞു ആന്റണി സാധാരണ ഒരു 3:30-4 മണിയൊക്കെ ഞാൻ ഉറങ്ങാറില്ല, പക്ഷെ ഇന്ന് ഇതിൽ കിടന്നു പറഞ്ഞ 6:30 ഞാൻ വിളിച്ചെഴുന്നേപ്പിച്ചെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു സന്തോഷമായി. ഞാൻ എന്താ വിഷമിച്ച ശരിക്കും പറഞ്ഞാൽ എടുത്തത് ഫോൺ. അപ്പൊ ഇത് പറഞ്ഞപ്പോ എനിക്ക് നല്ല സന്തോഷമായിട്ട് ബാക്കി കാര്യം നമുക്ക് പുറകെ നടക്കും, എല്ലാവർക്കും ജയിച്ചതേ മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ അന്ന് അവര് ആ രാത്രി എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണെന്നോ, ഒരു ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു 2-3 ആഴ്ചക്ക് മുന്നേ. അപ്പൊ അയാൾ പറഞ്ഞേക്കുന്നത് ഓപ്പറേഷൻ ചെയ്യേണ്ടി ഒരു 2 ലക്ഷം രൂപ അടുത്ത് ചെലവുണ്ട്. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ഡോക്ടറിന്റെ അടുത്ത് വരുമ്പോ നമുക്ക്
കൺസൾട്ട് ചെയ്തിട്ട് മെഡിസിൻ തരാം, ചെക്ക് ചെയ്യാം, ബോഡി ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ബാക്കി ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം ഒന്നും പറഞ്ഞില്ല, ഞാൻ അവർ ഹോസ്പിറ്റലിൽ പോണേ പോയിക്കോട്ടെ. പക്ഷെ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞിട്ട് അവര് 2 ആഴ്ച, ഒരു 5-10 ദിവസം കഴിഞ്ഞപ്പോ ചെന്ന് പറഞ്ഞു എനിക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ 2.5 മാസം 3 മാസമായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. ഇപ്പൊ അവര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോലും നിർത്തി, എല്ലാം നിർത്തി, പള്ളിയിൽ നടന്ന് ഒരു 1/2 കിലോമീറ്ററോളം ഉണ്ട് നടക്കാണ്ട്. അവിടെ നടന്ന് പള്ളിയിൽ പോകാറുണ്ട് ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ. അപ്പൊ അവരിപ്പോ ഒരു 1/2 കിലോമീറ്റർ നടന്ന് സുഖമായിട്ട് പള്ളിയിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കാണുമ്പോൾ പറയും വല്ലപ്പോഴും നഴ്സിന് ഇവിടെ വാ, ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട് 10-12 ദിവസം കൂടെ അപ്പൊ നഴ്സിന് വാ, ഒരു ചായ കുടിച്ച് നമുക്ക് കുറച്ചേരം വർത്താനം പറയാം. ഇതിലും ഭയങ്കര സന്തോഷം നമുക്ക് വേറെ ശരിക്കും പറഞ്ഞ ഒന്നുമില്ല. അപ്പൊ ഇതാണ് സംഭവം, എന്റെ ഏറ്റവും വലിയൊരു റിസൾട്ടാണ്. പിന്നെ ഇപ്പൊ ഈ അടുത്ത് ഒരു 1.5 മാസം മുമ്പ് അനൂപ് എന്ന് പറഞ്ഞ ഫാദർ മദർ മമ്മീന്നാ വിളിക്കണേ, പുള്ളിക്കാരത്തി ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ഇങ്ങനെ പെടലി അനക്കാൻ പറ്റാതിരിക്കണേ, അനക്കാൻ പറ്റില്ല. അപ്പൊ എന്നോട് ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചത്, ഞാൻ ഹോസ്പിറ്റലിൽ പോകാതിരിക്കുകയാണ് അഗസ്റ്റിൻ, അപ്പൊ ഞാൻ ഈ സാധനം കൊണ്ട് ചെന്നേക്കണേ. ഞാൻ പറയാം ഞാൻ ഒന്നും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയിക്കോന്ന് പറഞ്ഞു, കാലിനും ചെറിയ വേദന ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ചെന്നു, 5 ദിവസം കഴിഞ്ഞപ്പോ ഒന്ന് ചെന്നു. അപ്പൊ പറഞ്ഞു എനിക്ക് പെടലിക്ക് വേദന കുറവുണ്ടെന്ന്. ഇപ്പൊ ഉണ്ടല്ലോ ഇപ്പോഴത്തെ അവസ്ഥ, ഈ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് ഞാൻ ചെന്നപ്പോ നല്ല മണി പോലെ നടക്കണവര്, പെടലിക്കൊന്നും ഒരു വേദനയുമില്ല, സൂപ്പറായിട്ട്. ഇതൊക്കെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അൺസൈക്കബിൾ റിസൾട്ടാണ് ഈ പറയുന്നതൊക്കെ, ശരിക്കും സത്യമായിട്ട് ഉള്ള കാര്യങ്ങളാണ്. ഇത്ര എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും വളരെയധികം, ഞാൻ ലേറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ സോറി, എല്ലാവരും ക്ഷമിക്കണം, സോറി. താങ്ക് യു സർ. നല്ല നല്ല അമേസിംഗ് റിസൾട്ടുകളാണ് സാറ് പങ്കുവെച്ചിട്ടുള്ളത്. പക്ഷെ എത്രയോ പേര് റിസൾട്ടുകൾ പറയാൻ വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ സാറ് വീട്ടിൽ തന്നെ വാങ്ങിച്ചപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഭാര്യ എന്തിനാണ് വെറുതെ പൈസ ചെലവാക്കി എന്നുള്ള ആള് തന്നെ പിന്നീട് നല്ല സുഖമുണ്ട് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. അവർക്ക് തന്നെ കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടുകൾ അല്ലേ, ഷുഗറിന്റെ ആയാലും തൈറോയിഡിന്റെ ആയാലും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന റിസൾട്ട്. അത് നമുക്ക് കിട്ടിയ റിസൾട്ടുകളാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ച് കൊടുക്കുന്നത്. അദ്ദേഹം ആ ഒരു പങ്കുവെക്കലിലൂടെ ഓരോ ആളുകൾക്ക് കിട്ടിയ റിസൾട്ട്. എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ആള് പോലും അല്ലേ, നമ്മുടെ ഈ ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ പ്രോഡക്റ്റ് എത്ര ആളുകളെയാണ് മരണത്തിൽ നിന്ന് പോലും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. അതാണ് നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മളെല്ലാവരും ആ ഒരു വിധത്തിൽ പറയാൻ തന്നെ കാരണം. അപ്പൊ മരിച്ചാൽ മതി എന്ന് പറഞ്ഞ ആളുകളായിക്കോട്ടെ, ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ ജീവിക്കാന്ന് പറഞ്ഞിട്ടുള്ള ആളുകളായിക്കോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് റിസൾട്ടുകൾ കിട്ടിയിട്ടുള്ളതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോ അമേസിംഗ് റിസൾട്ടുകളാണ് സാർ ഓരോ റിസൾട്ടും പങ്കുവെച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഇനിയും കുറെ ആളുകളിലേക്ക് സാറിന് ഈ ഒരു പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ആളിലേക്ക് പോവാം. ആരാണ് അടുത്തതായിട്ട് റിസൾട്ടുകൾ പങ്കുവയ്ക്കുന്നത്? വേഗം കടന്നു വന്നോളൂ. ഗുഡ് ഈവനിങ് ഓൾ. കോട്ടക്കൽ സ്വദേശിയാണ്. ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് 2-3 വർഷത്തോളമായി. ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ കാരണം, എനിക്ക് കൊറോണ വന്ന സമയത്ത് ഒരു ജോലിക്കും പോകാതെ വീട്ടിലിരിക്കുകയായിരുന്നു. ഒരുപാട് മരുന്ന് കുടിച്ചിരുന്നു, പക്ഷെ ആ മരുന്ന് കുടിച്ചിട്ട് ഒരു മാറ്റമില്ലായിരുന്നു. അലോപ്പതി മരുന്ന്, ആയുർവേദം, ഹോമിയോ മരുന്ന് കുടിച്ചിട്ട് ഒരു മാറ്റമില്ലായിരുന്നു. എനിക്ക് ഊരവേദനയൊക്കെ ഉണ്ടായിരുന്നു. കൂലിപ്പണിക്ക് പോകുന്ന വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഈ കൊറോണ വന്ന സമയത്ത് എനിക്ക് കിടപ്പായിരുന്നു, ഒരു പണിക്കും ഒരു ജോലിക്കും പോകാതെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ പ്രൊഡക്റ്റ് നമ്മുടെ പ്രീതി മേഡം, സാജി സാറും മഞ്ജു മേഡം കൊണ്ടുവന്ന് തന്നത്. എനിക്ക് വിശ്വാസമില്ലായിരുന്നു, ഞാൻ തള്ളി പറഞ്ഞ വ്യക്തിയായിരുന്നു. പക്ഷെ ഭാര്യയ്ക്ക് കൈതരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രൊഡക്റ്റ് വാങ്ങി, ഭാര്യ നിർബന്ധപ്രകാരം ഈ പ്രൊഡക്റ്റ് വാങ്ങി, ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു. എനിക്ക് 4 മാസം കൊണ്ട് തന്നെ ഈ നല്ല റിസൾട്ട് കിട്ടി. 4 മാസം കൊണ്ട് എനിക്ക് എന്റെ കിതപ്പ് മാറി. പിന്നെ അങ്ങാടിക്ക്, ടൗണിലേക്ക് സാധനം വാങ്ങാനും കൂട്ടുകാരെ കാണാനൊക്കെ പോയി. അങ്ങനെ അവർക്ക് അത്ഭുതം പൊട്ടി, എന്താ ഈ പ്രൊഡക്റ്റ് എന്ത് പറ്റി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, നല്ല റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ കൂടുതൽ കാര്യം എനിക്ക് പറയാൻ അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ എന്റെ വീട്ടില് കിണറില്ലായിരുന്നു. പഞ്ചായത്തിന് കിണർ പാസ്സായിരുന്നു. അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് കിണർ പാസ്സാണെന്നുണ്ടെങ്കിൽ അല്ല പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം കിണർ കുത്തി വെള്ളം കണ്ട് ഫോട്ടോ എടുത്ത് അങ്ങനെ പോകണം. അങ്ങനെ ഇരിക്കെ ഞാൻ കിണറുകൾക്ക് പോയിരുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ വീട്ടിലെ ആദ്യം എന്റെ ജ്യേഷ്ഠനും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സുഹൃത്തും കിണർ കുളിക്കാൻ ആദ്യം വന്നു, കിണർ കുത്താൻ അതിന്റെ അളവ് കാര്യങ്ങൾ ചുറ്റളവൊക്കെ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഫസ്റ്റ് ദിവസം അവര് വന്നു, അവരെ കൂടെ ഞാനും ജോലി ചെയ്തു. അങ്ങനെ പിന്നീടുള്ള സമയങ്ങളിൽ ഞാൻ തന്നെ കിണർ കുത്തിയത്. അങ്ങനെ രാവിലെ
കിണർ കുത്താൻ ഇറങ്ങും. അപ്പോഴൊന്നും എനിക്ക് കിതപ്പോ അല്ലെങ്കിൽ ഊരവേദന ഒന്നും തോന്നിയില്ല. അപ്പോഴാണ് എനിക്ക് ഇതിന്റെ പവർ എനിക്ക് മനസ്സിലായത്. അങ്ങനെ 24 കോലായത്തില് എനിക്ക് കിണർ കുത്താൻ കഴിഞ്ഞു. അത് ഭയങ്കര അത്ഭുതമാണ്. അങ്ങനെയാണ് എനിക്ക് ഇതിന്റെ പവർ, ഇതിന്റെ പ്രൊഡക്റ്റിന്റെ പവർ എനിക്ക് മഹത്വം എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് മാത്രമല്ല, ഇത് എന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒരുപാട് ആൾക്കാർക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നി. അങ്ങനെ ഞാന് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, ഇപ്പോഴും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഒരു വ്യക്തിനോട് ഇന്ന് വൈകുന്നേരം എനിക്ക് വിളിച്ചു പറഞ്ഞ ഒരു സംഭവം, ഞാൻ കൊടുത്ത പ്രൊഡക്റ്റ് ആ വ്യക്തിന്റെ ഉമ്മക്ക് കൊടുത്തിരുന്നേ. പക്ഷെ ആ ഉമ്മാന്റെ മകള് ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഉമ്മാന്റെ മകൾക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു, വിയർപ്പ് നാറ്റം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ വിയർപ്പ് നാറ്റം, അസഹ്യമായ വിയർപ്പ് നാറ്റമായിരുന്നല്ലോ. ഒരു 4 ആള് കൂടുന്നിടത്ത് ഈ സ്ത്രീകൾ നിൽക്കാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്കും വിയർപ്പാണ്. അപ്പോ ഈ വിയർപ്പ് നാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, എന്നാലും ഇതും എന്താ പറയാ സഹിക്കാൻ പറ്റാത്ത ഒരുപാട് അങ്ങനെ സഹിച്ചിരുന്നു. അത് വില കൂടിയ സ്പ്രേ അടിച്ചു പോവും, അല്ലെങ്കിൽ വില കൂടിയ സോപ്പ് ഉപയോഗിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നത്. പക്ഷെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോ രണ്ടാഴ്ച കൊണ്ട് വിയർപ്പ് നാറ്റം ഇല്ല എന്ന് പറയുന്നത്. അത്രയ്ക്കും എന്താ അങ്ങനെ വിളിച്ചു പറഞ്ഞു എനിക്ക്. ആ വിയർപ്പ്, അതിന്റെ ആ ഒരു സ്മെല്ല്, ബാഡ് സ്മെല്ല് അതില്ല, അത് മാറി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സ്പ്രേ അടിക്കുന്നില്ല, ഒരു വില കൂടി സോപ്പ് ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ ആരുടെ മുന്നിലും, ഇവന്റെ സ്റ്റാഫിന്റെ മുന്നിലും അതുപോലെ 4 ആള് കൂടിയ സ്ഥലത്തൊക്കെ പോയി നിൽക്കുന്നുണ്ട്. വളരെ വളരെ ആശ്വാസമാണെന്ന് പറയുന്നത്. അപ്പൊ ആ റിസൾട്ട് ഭയങ്കര റിസൾട്ടാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു റിസൾട്ട് കേട്ടിട്ടില്ല. നമ്മള് വിയർപ്പിന്റെ ആ സ്മെല്ല്, അപ്പൊ അത്രത്തോളം നല്ല റിസൾട്ട് കിട്ടി. അപ്പൊ ഇനിയും ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഏതായാലും ഞാൻ ചുരുക്കി പറയാണ്, എത്തിച്ചു തന്ന എന്റെ പ്രീതി മാഡത്തിനും ഷാജി സാറിനും അതുപോലെ മഞ്ജു മാഡത്തിനും ഒരുപാട് ഞാൻ നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. ഓക്കെ താങ്ക് യു ആൾ. ഓക്കെ, താങ്ക് യു സാർ. ഈ സാർ പറഞ്ഞിട്ടുള്ള അനുഭവം എനിക്ക് നേരിട്ട് അറിയാവുന്നതായതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ആ ഒരു കിണർ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അത്രയ്ക്കും അമേസിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. കൊറോണ വന്ന് യാതൊരു പണിയും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നും നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് 24 അടി താഴ്ചയുള്ള ഒരു കിണറൊക്കെ കുത്തുക എന്ന് പറഞ്ഞാല് നമുക്ക് ഭയങ്കര അമേസിംഗ് റിസൾട്ട് തന്നെയാണ്. പല റിസൾട്ടുകളും അദ്ദേഹത്തിന് വീട്ടിൽ തന്നെ കിട്ടി. അതേപോലെ ഇപ്പൊ കൊടുത്തിട്ടുള്ള ഒരു വിയർപ്പ് നാറ്റം, നമുക്കറിയാം ആള് കൂടുന്നിടത്ത് ആ ഒരു വിയർപ്പ് നാറ്റം അസഹനീയമാവും. അതിന് കിട്ടിയത് ഒരു പ്രത്യേക റിസൾട്ടാട്ടോ, ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അത് ഓരോരോ റിസൾട്ടുകൾ നമ്മൾ ചിലപ്പോ വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും ഉപയോഗിക്കുക, പക്ഷെ പല പല റിസൾട്ടുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ. ഇനി അടുത്ത് കടന്നു വരുന്നത്, വേഗം വന്നോളൂ, നമ്മുടെ സമയം തീരെ പാഴാക്കാതെ. എത്രയോ പേരുണ്ട് ഈ ഒരു പ്രോഗ്രാമില് റിസൾട്ട് കിട്ടിയ ആളുകൾ തന്നെയാണ്. നമ്മുടെ റിസൾട്ടുകൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതാണ്. അപ്പൊ വേഗം കടന്നു വന്ന് പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് മാഡം. എന്റെ പേര് ശോഭ, പേരാമ്പ്രയാണ് വീട്. വീട്ടിൽ കറണ്ട് ഇല്ല, അതുകൊണ്ടാണ് വീഡിയോയിൽ വരാത്തത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പലർക്കും ഈ പ്രൊഡക്റ്റ് കൊടുത്തു. അതിൽ ഏറ്റവും വലിയ റിസൾട്ടാണ് തൈറോയിഡ് മാറിയത്. ബാലുശ്ശേരിയുള്ള പുരുഷോത്തമൻ എന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്തിട്ട് വളരെ എതിർത്ത ഒരാളായിരുന്നു, അയാൾക്ക് തൈറോയിഡ് മാറി. കൂടാതെ 14 വർഷം ശ്വാസം മുട്ടിയിട്ട് കിടക്ക് ഉപയോഗിക്കാൻ പാടില്ല, ഫാൻ ഉപയോഗിക്കാൻ പാടില്ല, ഒന്നും ഉപയോഗിക്കാൻ, എല്ലാം സൗകര്യമുള്ള ഒരു ടീച്ചറായിരുന്നു. അപ്പൊ അവർക്ക് അതൊന്നും പറ്റിയില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു രാധ ടീച്ചർക്ക് ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് 3 മാസം കൊണ്ട് അവർക്ക് പച്ചവെള്ളമൊന്നും കുടിക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ ഞാൻ നിർബന്ധിച്ച് ഫോളോ അപ്പ് ചെയ്ത് കുടിപ്പിച്ച് ഇപ്പൊ അവര് ഗൾഫില് ഇടയ്ക്കിടയ്ക്ക് മക്കളെ കൂടെ പോവുകയാണ്. അത്രയും നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കൂടാതെ എന്റെ വീട്ടിൽ തന്നെ എന്റെ ഏട്ടന്റെ ഭാര്യക്ക് നടുവേദന മാറി, എന്റെ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടായിരുന്നു, പ്രഷർ ഉണ്ടായിരുന്നു, കൂടാതെ ശ്വാസം മുട്ടലിന് ഇൻഹേലർ അടിക്കുകയായിരുന്നു. അതുവരെ മാറ്റി വെക്ക്. ഈ ഷുഗറിന്റെ ഗുളിക നിർത്താൻ പറ്റി, പ്രഷറിന്റെ ഗുളിക നിർത്താൻ പറ്റി, ഇൻഹേലർ മാറ്റി വെക്കാൻ പറ്റി. കൂടാതെ വേറൊരാൾക്ക് ഞാൻ കൊടുത്ത പറഞ്ഞാലും തീരാത്തത്ര റിസൾട്ട് ഉണ്ട്. നമ്മൾ വൈകുന്നേരം വരെ പറഞ്ഞാലും തീരൂല, അത്രയും റിസൾട്ട് ഉണ്ട്. അങ്ങനെ ഈ വെരിക്കോസ് വെയിന് വന്നിട്ട് ഒരു കറുത്ത ഒരു കാല് വെറും കറുപ്പായിരുന്നു, ഭയങ്കര ഒരു മരക്കഷ്ണം മട്ടല് പോലെ ഉണ്ട് എന്റെ കാല് എന്ന് പറഞ്ഞാൽ അവര് നമുക്ക് കാണിച്ചു തരികയാണ്. ഒരു ചെറുവണ്ണൂരുള്ള ഒരു പപ്പേട്ടൻ,
അപ്പൊ അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയല്ല ഈ കാലം കൊണ്ട്. നല്ല നീര് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ പോയിട്ട് പ്രൊഡക്റ്റ് കൊടുത്തു. 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ കാലിന്റെ കളർ മാറി വന്നു. ഇപ്പൊ എവിടെ കണ്ടാലും എന്നെ ഇങ്ങനെ ആദ്യം ഇങ്ങനെ കൈ കൂപ്പി നിന്നിട്ട് സംസാരിക്കുക ചിരിച്ചുകൊണ്ട്. അത്രയും നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം കല്ലാച്ചി ഒരു പ്രൊഡക്റ്റ് കൊടുത്തു. എന്റെ കൂടെയുള്ള ഒരാളാണ് കൊടുത്തത്. അയാൾക്ക് തലച്ചോറിൽ എന്തോ ഒരു പ്രശ്നം വന്നിട്ട് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അതിന് ശേഷം അയാൾക്ക് ഭ്രാന്തമായ ഒരു അവസ്ഥയായിരുന്നു. നല്ലോണം ഉറങ്ങൂല, തീരെ ഉറങ്ങൂല. അവരുടെ ഭാര്യ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്. ഒരു മെന്റലി ഒരു പ്രശ്നമുള്ള പോലെയായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ പ്രൊഡക്റ്റ് കൊടുത്തു. അവർക്ക് വിശ്വാസമൊന്നുമില്ല ഇത് മാറുമോ, ഇത്രയും എവിടുത്തേതോ വലിയ ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അപ്പൊ ഇത് മാറുമോ, എന്തുകൊണ്ട് പ്രയോജനം ഉണ്ടോ എന്നാ മക്കള് ചോദിച്ചത്. പക്ഷെ ഈ അമ്മ പറഞ്ഞു ഇതും കൂടി നമ്മളൊന്ന് നോക്കുക, അവര് പറയുന്ന ഉറങ്ങുന്നല്ലേ എന്ന് പറഞ്ഞു. ഇപ്പൊ ആ വീട്ടിൽ ചെന്നാല് ഞങ്ങൾക്ക് എങ്ങനെയാ അവർക്ക് ഞങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ആഴ്ചക്ക് ഞങ്ങൾ പോവലുണ്ട്. അത്രയും ഭയങ്കര സന്തോഷാണ്. എന്താ വെച്ചാൽ അവര് നല്ലോണം ഉറങ്ങുന്നുണ്ട്. മറ്റു പകലൊന്നും ഉറങ്ങൂലായിരുന്നു. ഒരു എല്ലും ബ്രേക്കും ഇല്ലാണ്ട് വീടിന് ചുറ്റും ഇങ്ങനെ നടന്നു കളിക്കുന്ന ഒരവസ്ഥയായിരുന്നു അന്ന്. അപ്പൊ ഇപ്പൊ രാവിലെ രാത്രി നല്ലോണം ഉറങ്ങും. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം 2 മണിക്കൂർ ഉറങ്ങും. പിന്നെ ഉച്ച ഭക്ഷണം കഴിഞ്ഞിട്ട് 2 മണിക്കൂർ ഉറങ്ങും. ഈ അമ്മ പറയാ വേറെ ഒരു റിസൾട്ടും ഞങ്ങൾക്ക് വേണ്ട മോളെ, ഈ ഒരു റിസൾട്ട് മതി. അന്ന് ആ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് ആ അമ്മേനെ കണ്ടു നോക്കുമ്പോ ഒരു 65 വയസ്സുള്ളൊരു അമ്മയാണ്. ഒരു വല്ലാണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്ന് നോക്കുമ്പോ ഭയങ്കര ഒരു സന്തോഷത്തില് നല്ലൊരു ആരോഗ്യമൊക്കെ വെച്ച് ഓർക്കും കൂടി ഒരു ആരോഗ്യം വെച്ചിട്ടുണ്ട്. അത്രയും നല്ല പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് പുതുതായിട്ട് കേൾക്കുന്ന ആളോട് കറക്റ്റ് ആയിട്ട് ഇത് വാങ്ങുക, കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും. വിശ്വസിച്ച് വാങ്ങിക്കോ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു ശോഭ മാഡം. നല്ല നല്ല അമേസിങ് റിസൾട്ടുകൾ ഇല്ലേ? റിസൾട്ടുകൾ നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്ത് നമ്മൾക്ക് ഉപയോഗിച്ച റിസൾട്ട് തന്നെ അമേസിങ് ആണ്. അതേപോലെ പ്രൊഡക്റ്റ് കൊടുത്ത ആളുകളിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് കേട്ടോ. അതൊക്കെ നമുക്ക് വേറെ ഏത് ഫീൽഡിൽ നിന്ന് കിട്ടൂല്ലേ? ആരോഗ്യം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് തന്നെയാണ്. ഇപ്പൊ മാഡം പറഞ്ഞൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്താ വെച്ചാല്, നല്ല സൗകര്യമുള്ള വീട്ടിൽ നല്ല സമ്പത്തുള്ള ആളാണ്, പക്ഷെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് എത്ര സമ്പത്ത് ഉണ്ടായിട്ടും കാര്യമില്ല, ആരോഗ്യമില്ലെങ്കിൽ. ഇപ്പൊ വില പിടിച്ച മെത്തകളാവാം, ബാക്കി കാര്യങ്ങളൊക്കെ ആവാം, പക്ഷെ അതിൽ നല്ലോണം കിടന്നുറങ്ങാൻ പൊടിയുടെ അലർജി മൂലം പറ്റില്ലെങ്കിൽ നമ്മൾക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം? അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തായിട്ടുള്ള ഈ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഈ ഒരു ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് എത്തിയതിന് തന്നെ നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മൾക്ക് കൈകളിലേക്ക് എത്തിച്ചു തന്ന ആളുകൾക്ക്, അതേപോലെ ആ വെരിക്കോസ് വെയിൻ വന്നിട്ടുള്ള ആളുകൾ കൈകൂപ്പി നമ്മുടെ ആ ഒരു സ്നേഹത്തോടു കൂടെ, ഇതൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്ന ആളുകൾ എല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത്രയും റിസൾട്ടുകളാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അതേപോലെ മെന്റലി പ്രോബ്ലം അല്ലെ, ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ നമ്മളിലൂടെ ഒരു സഹായമാവാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു പുണ്യകർമ്മം നമുക്ക് ജീവിതത്തിൽ ചെയ്യാനില്ല. അപ്പൊ എല്ലാവരും പ്രൊഡക്റ്റ് വാങ്ങിക്കുക, ഉപയോഗിക്കുക. നമ്മുടെ റിസൾട്ട് പല ആളുകളും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു റിസൾട്ട് മറ്റുള്ളവർക്ക് പങ്കുവെക്കാതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാപം തന്നെയാണ്. കാരണം എത്രയോ പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അറിയാതെ, എത്രയോ മരുന്നുകൾ കഴിച്ച് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവരിലേക്കൊക്കെ നമ്മൾ ഇറങ്ങിച്ചില്ല. എല്ലാവരിലേക്കും നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുക നമ്മുടെ ഒരു കടമയാണ്. നമ്മളെയാണ് ദൈവം ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പൊ ആരോടും പറയാതിരിക്കരുത്. ദിവസവും നമ്മൾക്കറിയാവുന്ന ആളുകളോടൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു മാഡം. ഇനി അടുത്തത് ആരാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിസൾട്ട്? ഞാൻ 13 വർഷമായിട്ട് ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് എല്ലാ ചികിത്സയും കഴിഞ്ഞു. ഇപ്പൊ 12 ഇപ്പൊ കഴിഞ്ഞ 12-ാം തീയതിയാണ് പ്രൊഡക്റ്റ് അവർക്ക് കൊടുത്തത്. 13 വർഷമായിട്ട് ഫിസിയോതെറാപ്പിയും ട്രീറ്റ്മെന്റും ചെയ്ത് ഇയാൾക്ക് സംസാരിക്കാൻ പറ്റൂല. നമ്മൾ പറയുന്നത് അങ്ങോട്ട് കേൾക്കാൻ സാധിക്കും. നമ്മളെ ഈ സംസാരം ഇങ്ങനെ പുറത്തേക്ക് സംസാരിക്കാൻ പറ്റില്ല ആ വ്യക്തിക്ക്. വ്യക്തി എന്ന് പറഞ്ഞാൽ 37 വയസ്സായിട്ടുള്ള കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുള്ള ഒരു പയ്യനാണ്. അവൻ വീട്ടിലേക്ക് സിവിൽ എഞ്ചിനീയർ കൂടിയാണ്. ഗൾഫിൽ പോവാൻ വിസ വന്നിട്ട് അത് എന്താ പേപ്പർ വർക്കിന് വേണ്ടി പോയ സമയത്ത് ആക്സിഡന്റ് ആയതാണ്. അപ്പൊ അവര് ഇനി ചെയ്യാത്ത ചികിത്സകളൊന്നുമില്ല.
അവസാനം ആണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ കാര്യം ഒരാൾ പറഞ്ഞിട്ട് എന്ന് സംസാരിച്ചു. പ്രൊഡക്റ്റ് അപ്പം തന്നെ അവർ ബുക്ക് ചെയ്തു, ഉപയോഗിച്ച് 12-ാം തീയതി മുതൽ ഉപയോഗിച്ച് പിന്നെ 22-ാം തീയതി ആയിട്ടുണ്ട്. 10 ദിവസമായിട്ടുള്ളൂ. ഈ 10 ദിവസത്തിനുള്ളില് ഈ വ്യക്തിക്ക് സ്ഥലം വല്ല നമ്മുടെ പാഡ് കെട്ടിയിട്ട് ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. എന്നാ നല്ല പെയിൻ ഉണ്ട്, തലക്ക് നല്ല പെയിൻ ഉണ്ട്. അപ്പോ ഈ പെയിൻ ഉണ്ടെന്നുള്ള വിവരം വിളിച്ചറിയിച്ചപ്പോ ഞാൻ നേരിട്ട് ചെന്നു ഈ പയ്യനോട് അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കാം, നമ്മളോട് മറുപടി എഴുതി കാണിച്ചു തരുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്, ഇത് ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം ചില പെയിൻ ഉണ്ടാവും. അതിന് ഞാൻ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു വ്യക്തിയാണത്. അതുള്ള ആൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് കമ്പനി പറയുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോ മാട്രസിൽ കിടത്തിയിട്ടില്ല ഇപ്പോഴും ഞാൻ 1 മാസം ഈ വെള്ളവും കുടിക്കുക, റിസ്റ്റ് ബാൻഡ് ഒന്ന് തലമലും ഒന്ന് കൈമലും മാറി മാറി ഉപയോഗിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ഉപയോഗിപ്പിക്കുന്നത്. അപ്പോ ഈ വേദന ഉണ്ടെന്ന് അറിഞ്ഞ് ചെന്ന സമയത്ത് ഞാൻ പറഞ്ഞു, മോനെ ഇത് മോനിക്ക് ഇംപ്രൂവ്മെന്റ് റിസൾട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ മോർ പവർ അവർ ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. മോർ പവർ കൂടി ഉപയോഗിക്കുമ്പോൾ ആ വ്യക്തിയുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കറക്റ്റ് ആവുമെന്ന് എന്റെ ഒരു പ്രതീക്ഷ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ഇംപ്രൂവ്മെന്റ് റിസൾട്ട് ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. 10 ദിവസം കൊണ്ട് ചലനമൊക്കെ വന്നിട്ടുണ്ട്, കൈക്കൊക്കെ. വീൽ ചെയർമാനാണ് ഞാൻ അതിന്റെ ഫോട്ടോ ഇട്ടുന്ന കൊടുക്കുന്ന ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു 95% നമ്മളെ പ്രൊഡക്റ്റ് ആ പയ്യൻ റിക്കവർ ആവുമെന്ന് അവർക്കും പ്രതീക്ഷയുണ്ട്, എനിക്കും പ്രതീക്ഷയുണ്ട്. 5% ദൈവത്തിന്റെ വക്കിലിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ആളുകള് നല്ലവണ്ണം ഇത് പഠിച്ച് മനസ്സിലാക്കുകയും ഓരോ ദിവസവും സൂമിൽ കയറി ഇത് ഓരോരുത്തരും പഠിക്കുകയും മനസ്സിലാക്കുകയും കറക്റ്റായിട്ട് ഓരോ ലീഡേഴ്സ് പറയുന്ന ക്ലാസ്സുകൾ കേട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ വിപണിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. പിന്നെ നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് കൂടി തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളാരും ചെറിയവരല്ല, നമ്മളൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ വലിയവർ തന്നെയാണ്. അതായത് ദൈവാനുഗ്രഹമുള്ള ആളാണ് നമ്മൾ ഇതിനകത്തിരിക്കുന്നതും ഇത് കേൾക്കുന്ന ആളുകളെല്ലാവരും. അപ്പൊ അതേപോലെ എല്ലാവരെയും നമുക്ക് ആ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ സലീം കാ, അവിടെ ഏത് സൂം പ്രോഗ്രാമിലും എപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ റിസൾട്ടുകൾ പങ്കുവയ്ക്കാനായാലും എല്ലാ കാര്യങ്ങൾക്കും അല്ലേ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു റിസൾട്ട് 13 വർഷം ഫിസിയോതെറാപ്പി ചെയ്തിട്ടും മാറാത്ത ഒരു പ്രോബ്ലം അല്ലേ. അതേപോലെ സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റുമ്പോഴുള്ള ആ ഒരു അവസ്ഥ. അപ്പൊ എല്ലാത്തിനും നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാല് അമേസിംഗ് ആണ്. ഓരോ റിസൾട്ടുകൾ നമ്മൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പുണ്യപ്രവൃത്തി നമ്മളെല്ലാവരും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് ഫോളോ അപ്പ് ചെയ്യുക. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്ത ആളുകൾക്ക് കൊടുത്തു പോരാതെ, ആ ഒരു പ്രൊഡക്റ്റ് കൊടുത്ത് ക്യാഷ് കിട്ടി നമ്മൾ പോരാതെ അവർ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം നമ്മൾ ഫസ്റ്റ് പറയുന്ന സമയത്ത് ചിലപ്പോൾ അവർ അത്രയ്ക്ക് അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പിന്നീടും ഫോണിൽ കൂടെ അല്ലാതെ വീട്ടിൽ വിസിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇടക്കിടക്ക് അവരെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ആ ഒരു ബന്ധത്തിലൂടെയാണ് നമ്മളുടെ ഈ ഒരു ബിസിനസ് മറ്റുള്ളവരിലേക്ക് പോകുന്നത്. അവരുടെ ബന്ധത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ ആളുകളിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തിക്കാനുള്ളതാണ്. അതുകൊണ്ട് അവരെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ, നമ്മൾ കൊടുത്തിട്ടുള്ള ആളുകളെയൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണെങ്കിൽ അത് ആരാണോ നമ്മൾക്ക് തന്നത്, അവർ ഏത് വിധത്തിലാണോ നമ്മളോട് ഉപയോഗിക്കാൻ പറഞ്ഞത്, അത് അതേ രീതിയിൽ തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. ചില ആളുകൾക്ക് റിസൾട്ട് ഇല്ല എന്ന് പറയുന്നത് അത് കറക്റ്റ് ആയിട്ടുള്ള ഉപയോഗം ഇല്ലാത്തത് കാരണമാണ്. ആ വെള്ളം കുടിയുടെ കുറവോ നമ്മൾ ഉപയോഗിക്കുന്ന റിസ്റ്റ് ബാൻഡ് കെട്ടാതിരിക്കുന്നതോ അങ്ങനെയൊക്കെ ഉള്ള ഒരു പോരായ്മകളാണ് നമുക്ക് റിസൾട്ടിലേക്ക് എത്താത്തത്. അതേപോലെ മോർ പവർ പോലുള്ള നമ്മുടെ ബെറി ജ്യൂസ് പോലുള്ള നമ്മുടെ ഉള്ളിലെ ഓരോരോ കാര്യങ്ങൾ നികത്തിക്കൊണ്ടുവരാൻ നമ്മളെ ഉള്ളിലേക്ക് കഴിക്കാവുന്ന ആ ഒരു പ്രൊഡക്റ്റുകൾ, അതൊക്കെ നല്ല റിസൾട്ടുകളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സലീം കാ, താങ്ക് യു. അടുത്തത് ആരാണ്? ഗുഡ് ഈവനിങ് ഓൾ. എന്റെ പേര് ഡിൽജ, എന്റെ സ്ഥലം ചേലേമ്പ്ര. എന്നെ ഈ ഒരു അവസരം പരിചയപ്പെടുത്തിയത് ഗിരീഷ് ബാബു സാറും ഷിൽജ മേഡം ആണ്. ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് എനിക്ക് വെരിക്കോസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതാണ്. എന്നിട്ടൊന്നും എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചു. കറക്റ്റായിട്ട് ഞാൻ അത് യൂസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 21 ദിവസമാണ് എനിക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടാന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
പക്ഷെ 21 ദിവസം എടുക്കേണ്ടി വന്നിട്ടില്ല. 3 ദിവസം കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. അതിന്റെ പുറമെ തന്നെ ഈ ഒരു പ്രശ്നം മാത്രല്ല, എനിക്ക് പീരീഡ്സ് കറക്റ്റ് അല്ലായിരുന്നു. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, അതും കറക്റ്റ് ആയി കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഒരു അലർജിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതിന് നല്ല മാറ്റം. ഒരുപാട് റിസൾട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എന്റെ ഫാമിലിയിലും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ പുറമെ എനിക്കിപ്പോ അടുത്ത് 2 ദിവസം മുന്നേ കിട്ടിയൊരു റിസൾട്ട് ഞാൻ പറയാം. ഞാൻ രാവിലെ തന്നെ നന്നായിട്ട് ചീരാമുളക് ഉണ്ടല്ലോ, ആ ചീരാമുളക് ഇട്ട് നന്നായിട്ട് മിക്സിയില് ചമ്മന്തി പൊടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതിങ്ങോട്ട് തുറന്ന സമയത്ത് എന്റെ കണ്ണിലേക്ക് ഇങ്ങോട്ട് തെറിച്ചു. ആ കണ്ണൊക്കെ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എന്താ ചെയ്യേണ്ടതെന്നായി പോയിട്ടോ. അങ്ങനെ ഞാൻ എന്താ ചെയ്യ, കണ്ണ് തുറക്കാൻ വയ്യില്ല. കുറെ ഞാന് ഇങ്ങനെ എന്താ ചെയ്യേണ്ടുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് കണ്ണ് കാണുന്നില്ലല്ലോ, മെല്ലെ ഇങ്ങനെ തപ്പി നമ്മുടെ മാഗ്നറ്റൈസ് വാട്ടർ ഉണ്ടായിരുന്നു, അത് എടുത്തും കണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കണ്ട് നന്നായിട്ട് കണ്ണിലേക്ക് ഇങ്ങനെ വെള്ളം അടിച്ചങ്ങട്ട് കഴുകിയപ്പോ ആ പുകച്ചിലും ആ എരിച്ചിലൊക്കെ മാറി എന്റെ കണ്ണ് പെട്ടെന്ന് അങ്ങോട്ട് തുറന്നു. എത്ര പെട്ടെന്ന് അറിയാം ആ ഒരു കണ്ണിലേക്ക് നല്ലൊരു സുഖം കിട്ടിയത്. അപ്പൊ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു പൊള്ളലേറ്റിരുന്നു. ആ ഞാൻ ആ റിസൾട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഈ റിസൾട്ട് പറഞ്ഞാലും തിരൂല. അത്രയും നല്ല അമേസിങ് റിസൾട്ട് ആണ്. താങ്ക് യു മാഡം. നല്ല ഒരു റിസൾട്ട് ആണ്, ഒരു പ്രത്യേകതയാർന്നിട്ടുള്ള റിസൾട്ട്. നമ്മള് വെരിക്കോസ് വെയിന് വേറെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഈ ഒരു പച്ചമുളക് നമ്മള് കണ്ണിലേക്ക് തെറിച്ച സമയത്ത് അതിനും നമ്മളെ പ്രോഡക്റ്റ് എന്തിനെല്ലാമാണ് നമുക്ക് റിസൾട്ട് തരുന്നത്. ഓരോ ആളുകൾ പുതുമയാർന്ന റിസൾട്ടുകളിലേക്ക് എത്തുകയാണ്. ഇപ്പൊ ഇതേപോലെ എനിക്കും ഒരു തിളച്ച വെള്ളം കയ്യില് വീണ സമയത്ത് എനിക്കും ഈ ഒരു വെള്ളത്തിൽ കൈ മുക്കി വെച്ചപ്പോൾ നല്ലൊരു റിസൾട്ട്. കുട്ടി തിളച്ച വെള്ളം കയ്യിൽ ഒട്ടാകെ സ്റ്റൗവിന് പോകുന്ന എടുക്കുന്ന സമയത്ത് തിളച്ച വെള്ളം കയ്യിലേക്ക് ആയതാണ്. അപ്പൊ ശരിക്കും അത് ഒരു ഹോസ്പിറ്റലിൽ എത്തി അത് അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ ഈ ഒരു വെള്ളം മാത്രം ഉപയോഗത്തിലൂടെ മാറിക്കിട്ടി. അതേപോലെ തന്നെയാണ് മാഡം പറഞ്ഞിട്ടുള്ള ഈ ഒരു റിസൾട്ടും. ഒരു വെള്ളത്തിലൂടെ ഒരു ചീരാമുളകൊക്കെ നമ്മുടെ കണ്ണിലായാലും എന്താ അവസ്ഥ അല്ലേ നമുക്കറിയാം. അപ്പൊ അത് നമ്മുടെ ഈ ഒരു വെള്ളത്തിന്റെ ഉപയോഗത്തിലൂടെ മാറ്റിയെടുക്കാൻ പറ്റി. അപ്പൊ നമ്മളെ വീട്ടിൽ തന്നെയാണ് ഡോക്ടർ ഉള്ളത്. അപ്പൊ അത് നമ്മൾ ശരിയായിട്ട് ഉപയോഗപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു ദിൽജ മാഡം. ഇനി അടുത്തത് ആരാണ് കടന്നു വരുന്നത്? ഇതേപോലുള്ള അമേസിംഗ് റിസൾട്ടുകൾ നമുക്ക് കിട്ടിയ ചെറുതും വലുതുമായിട്ടുള്ള എന്ത് റിസൾട്ടുകൾ ആയിക്കോട്ടെ, ചെറിയൊരു റിസൾട്ട് ആയാലും അത് വലുതാണ്. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിട്ട് കിട്ടുന്നതല്ലേ. അപ്പൊ എല്ലാവരും കടന്നു വന്നിട്ട് പ്രൊഡക്റ്റിന്റെ റിസൾട്ടുകൾ പങ്കുവയ്ക്കുക. ഗുഡ് ഈവനിങ് ആൾ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്റെ പേര് നൈന, കാലിക്കറ്റ്, തിരുവമ്പാടി. ഞാൻ ഈ പ്രൊഡക്റ്റിനെ പറ്റി കേട്ട സമയത്ത് പെട്ടെന്ന് ഇതിന്റെ ഒരു റിസൾട്ട് നല്ലൊരു രോഗത്തിന് ശമനം കിട്ടുന്നുള്ള ഒരു രീതിയിലായിരുന്നു ഇവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അപ്പം കാരണം എനിക്കന്ന് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരു ബിസിനസ് ആണെന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഇതിനെ കണ്ടത്. അപ്പം പ്രൊഡക്റ്റിന് ഇത്രയും ഗുണമുണ്ട് എന്നുള്ളതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ ലീഡേഴ്സ് എന്നോട് പറഞ്ഞു കാലിക്കറ്റ് BOP ഉണ്ട്, അതിന് വന്നാൽ നിനക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ കാലിക്കറ്റ് ഇതിന്റെ BOPക്ക് വന്ന സമയത്ത് അവിടെയുള്ള ആ ഒരു അവിടെ വന്ന സമയത്ത് തന്നെ അത് ഓരോരുത്തര് കിട്ടിയ റിസൾട്ട് ഹാൻഡ് റൈസ് ചെയ്യാൻ പറയുന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, ഇത് നമുക്ക് വാങ്ങി ഉപയോഗിക്കുക, പിന്നെ നമുക്ക് സമൂഹത്തിലേക്ക് ഇത് കൊടുക്കാനും കഴിയും എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തോടെ ഞാൻ അവരുടെ കൂടെ തിരിച്ചു വരുന്ന സമയത്ത്, ഞാൻ മൈഗ്രെയിൻ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് വർഷങ്ങളോളം. അപ്പം എന്റെ ബാഗിൽ എപ്പോഴും ഒരു 10 ഗുളിക സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്. അങ്ങനെ അവിടുത്തെ AC സൗണ്ടും എല്ലാം കൂടി ഞാൻ BOP കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ എന്റെ കൂടെ ഉള്ള മാഡത്തിനോട് ഞാൻ പറഞ്ഞു എനിക്ക് മൈഗ്രെയിൻ തുടങ്ങി, ഇനി കാറ് നിർത്തി ഛർദ്ദിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ അവര് പെട്ടെന്ന് തന്നെ അവരെ കയ്യിൽ നിന്ന് ആ റിസ്റ്റ് ബാൻഡ് അഴിച്ച് എനിക്ക് തന്നിട്ട് പറഞ്ഞ് ഇത് നെറ്റിക്ക് വെച്ച് കെട്ടി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നെറ്റിക്ക് വെച്ചിരുന്ന് ഒരു 5-10 മിനിറ്റ് വണ്ടി അങ്ങോട്ട് പോയ സമയത്ത് ഞാനിത് അഴിച്ച് അവർക്ക് കൊടുത്ത് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു റിസൾട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് പോലും പിന്നെ എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല ആ ദിവസം. സാധാരണ ഞാൻ എവിടെ നിന്നാണോ മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് ഒരു ഗുളിക
കഴിക്കും. വീട്ടിൽ വന്നിട്ട് ഒരു ഗുളിക കഴിച്ച് കുറ്റിയിട്ട് ലൈറ്റും വെട്ടവും രീതിയിൽ കിടന്ന് ഉറങ്ങാൻ, ഭക്ഷണം പോലും കഴിക്കാതെ ഉറങ്ങാറായിരുന്നു. പക്ഷെ ചില സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി 2-3 പ്രാവശ്യം ആഴ്ചയിൽ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്ന ആളാ. അപ്പൊ എനിക്ക് കിട്ടിയ ആ ഒരു റിസൾട്ടാണ്. എൻ്റെ അച്ഛൻ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരുന്നു. അപ്പൊ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് 6 മാസമുള്ള സമയത്താണ് ഞാനിത് കൊടുക്കുന്നത്. അപ്പം അച്ഛന് ആ ഒരു റിസൾട്ട് കിട്ടി. അപ്പൊ അച്ഛന് കൊടുത്തു കഴിഞ്ഞ് ആൻജിയോപ്ലാസ്റ്റി റിസൾട്ട് കിട്ടി. ഇപ്പം ബ്ലോക്ക് കാര്യങ്ങളൊക്കെ റിമൂവ് ആയി. ഞാൻ അടുത്ത ഒരു ദിവസം റിസൾട്ട് കാര്യമായിട്ട് പറയാ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാഡം. ഒരു ബിസിനസ്സിന് മെയിൻ ആയിട്ട് പ്രാധാന്യം കൊടുത്തു വന്നിട്ടുള്ള ആളാണ് അല്ലെ. പക്ഷെ ആ ഒരു പ്രാധാന്യം ആ ഒരു BOPയിൽ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ ഓരോരോ BOP പങ്കെടുക്കുന്ന ആളുകൾക്കറിയാം, റിസൾട്ടിന് കിട്ടിയ ആളുകൾ കൈപൊക്കാൻ പറയുന്ന സമയത്ത് പുതിയതായിട്ട് വന്ന ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും കൈപൊക്കിയിട്ടുണ്ടാവും. അതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് മാഡത്തിന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആ ഒരു മൈഗ്രെയിനും വന്നു അല്ലെ. അപ്പൊ നല്ലൊരു റിസൾട്ട് കിട്ടി. അതിലൂടെ നല്ല ആളുകളിലേക്കൊക്കെ പങ്കുവെച്ചു മാഡം. ഓക്കെ മാഡം, താങ്ക് യു. ഇനി അടുത്തത് ഗുഡ് ഈവനിങ്. ഓക്കെ, എന്റെ പേര് റിഹാൻസ്, സ്ഥലം കോഴിക്കോടാണ്. ഞാന് ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നത് 2.5 കൊല്ലം കഴിഞ്ഞ്. ഇപ്പം ദിൽജ മാഡം പറഞ്ഞ മാതിരി എനിക്ക് ഒരു കണ്ണിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. രാമനാട്ടുകര ഞാന് പ്രോഗ്രാമിന് പോണ സമയത്ത് വണ്ടിമ്മ പോകുമ്പോള് എന്റെ കണ്ണിനൊരു പ്രാണി കുത്തി. അത് പ്രതിമടത്തിനൊക്കെ അറിയാം അത് അന്ന് എന്താ സംഭവം എന്നുള്ളത്. ആ പ്രാണി കുത്തിയിട്ട് ഞാന് പിന്നെ അവിടുന്ന് ഷൈനി മാഡം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കണ്ണിന് നോക്കാൻ. അപ്പൊ എന്താ പറഞ്ഞ വെച്ചാല് കണ്ണിന്റെ കൃഷ്ണമണിക്ക് ഇങ്ങനെ മുറിവായിക്കിന് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കണ്ണ് അവര് കഴുകി ഒക്കെ ചെയ്തിട്ട് 2 തരം മരുന്ന് തന്ന അത് 5 നേരം ഇരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ആ മരുന്നൊക്കെ എന്ത് ചെയ്തിട്ടും കണ്ണിന്റെ ഒരു വ്യത്യാസവും ഇല്ല. ഞങ്ങളെ വാട്ടർ എനർജി പേടിലെ വെള്ളം 2-3 പ്രാവശ്യം ദിവസം 3-4 വട്ടം കഴുകി 2 ദിവസം കൊണ്ട് എന്റെ കണ്ണ് പൂർണ്ണമായിട്ടും മാറി. അവര് ആന്റിബയോട്ടിക് ആണ് ഇറ്റിക്കാൻ തന്നത്. അത് ഇറ്റിക്കുമ്പോ നമുക്ക് കണ്ണ് സുക്കടുള്ളോലെ അതേ അവസ്ഥ എന്റെ കണ്ണായി മാറി. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാല് ആ മരുന്നിന്റെ ഒരു സൈഡ് എഫക്റ്റും കൂടി കണ്ണിന് അനുഭവപ്പെട്ടു എന്നാണ്. പക്ഷെ വാട്ടർ എനർജി പേടിലെ വെള്ളം കൊണ്ട് മുറിവെക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അത് കണ്ണിനും ഫലിക്കല്ലോ എന്നുള്ളതിൽ ഞാൻ പിന്നെ കണ്ണിന്റെ ആ വെള്ളം കൊണ്ട് കഴുകാനായി. അപ്പൊ കണ്ണിന്റെ മുറിവ് പെട്ടെന്ന് മാറി. കണ്ണിന് യാതൊരു പ്രശ്നവും ഇല്ല. എനിക്ക് വെയിൽ തട്ടിയാലും ഒക്കെ കണ്ണിന് പ്രശ്നമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. ഇതൊക്കെ ഈ ഒരു വൈറ്റോറിയം പ്രൊഡക്റ്റ് ഞങ്ങളെ കയ്യിൽ കിട്ടിയത് കൊണ്ട് കുറെ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോവാതെ മരുന്ന് കുടിക്കാതെയും ഒക്കെ നമുക്ക് മാറാൻ പറ്റിയതിൽ വളരെ സന്തോഷാണ്. അപ്പൊ അത് നമുക്ക് സാഗർ ജോഷി സാറിന് നമ്മളെ കേരളത്തിൽ എത്തിച്ച മനോജ് സാറിന്, അതുപോലെ തന്നെ നമുക്ക് എത്തിച്ച നമ്മുടെ സാജ് സാറിനെയും പ്രീതി മാഡത്തിനും മഞ്ജു മാഡത്തിനൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പൊ ഞാന് ഈ ഒരു പ്രൊഡക്റ്റിനോട് അത്രയും കടപ്പെട്ടിട്ടുണ്ട്. അത് കുറെ ആളുകൾക്ക് എത്തിച്ചിട്ടുണ്ട്. കുറെ റിസൾട്ട് ഒക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇതിപ്പോ കണ്ണിന്റെ ഒരു അസുഖം എനിക്ക് മാറി കിട്ടിയ ആ ഒരു പ്രശ്നം പിന്നെ നമ്മളെ മറന്നു പോക്കാണ് ഓരോന്ന് പറയാന്. അപ്പൊ അതുകൊണ്ട് ഞാന് ഇന്നിപ്പോ അത് ഓർമ്മയിൽ പറയാണ്. വീഡിയോയിലൊന്നും വരാൻ പറ്റാത്തൊരു അവസ്ഥയിലായിട്ടാണ് വരാത്തത്. ഓക്കെ മാഡം. ഓക്കെ, താങ്ക് യു റിയാനത്ത് മാഡം. അപ്പൊ നല്ലൊരു റിസൾട്ട് അല്ലേ. നമ്മുടെ കണ്ണിനും ഈ ഒരു വെള്ളം അത് നമ്മൾ പല ആളുകൾക്കും കേൾക്കുന്നതാണ്. കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിക്കാനും കണ്ണിലുള്ള ഓരോരോ പ്രോബ്ലം മാറിയെടുക്കാൻ പെട്ടെന്ന് നമ്മൾ എന്നാലും വലിയ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോവുക. പക്ഷെ ഹോസ്പിറ്റലിൽ ഉപയോഗിച്ച ആ ഒരു മരുന്ന് ഉപയോഗിച്ചിട്ട് മാറാത്തത് വീണ്ടും നമ്മുടെ ഈ ഒരു വെള്ളത്തിലൂടെ തന്നെയാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അല്ലെ. ഒരു അമേസിങ് വാട്ടർ തന്നെയാണ്, ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വെള്ളം തന്നെയാണ്. ഒരു വെള്ളത്തിന് തന്നെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടുകളാണ് നമ്മൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു റിയാനത്ത് മാഡം. ഇനി അടുത്തത് ആരാണ്? വേഗം കടന്നു വന്നോളൂ. ഗുഡ് ഈവനിങ് മാഡം. നമസ്കാരം. ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ? ഓക്കെ, പറഞ്ഞോളൂ സാർ. ഗുഡ് ഈവനിങ്. ഞാൻ ജോർജ് പയ്യാവൂര്.
എന്റെ കുടുംബത്തിൽ വളരെ നല്ല റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ അടുത്ത കാലത്ത് എന്റെ അനുജന് ഡിസ്ക് ബൾജ് ഭയങ്കര പ്രശ്നമായിപ്പോയി. അവസാനം ഭയങ്കര സീരിയസ് ആയിപ്പോയി. അന്നേരം കോഴിക്കോട് ഇക്രയിൽ പോയിട്ട് നോക്കി പറഞ്ഞ് ഓപ്പറേഷൻ സർജറി ചെയ്യാൻ പറഞ്ഞു. സർജറി ചെയ്യാൻ പറഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ ചോദിച്ചപ്പോൾ ഷുഗർ ഹൈ ലെവലില്. അപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. 1 മാസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുറച്ച് ദിവസം ഒരു 4 ദിവസം മുമ്പ് ഭയങ്കര സീരിയസ് പെയിൻ ആയപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ അവിടുത്തെ സർജൻ പറഞ്ഞത് ഇത് സർജറി ചെയ്യണ്ട, വലിയ പ്രശ്നമാണ്, ഇത് വിജയിക്കുന്ന കാര്യത്തിൽ ഗ്യാരണ്ടി ഇല്ല, അതുകൊണ്ട് ട്രാക്ഷൻ ഇടാൻ പറഞ്ഞു. അപ്പൊ ട്രാക്ഷൻ ഇട്ടിട്ട് വീട്ടിൽ കിടക്കുകയാണ്. അപ്പോ ഞാനിപ്പോ എന്ന് പറഞ്ഞ ഈ ഡിസ്ക് ബൾജ് ആയിട്ടുള്ള ചിലർക്കൊക്കെ ഈ ഇത് നേരെ ആയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഗ്രൂപ്പിൽ വല്ലവരും ഉണ്ടോ അങ്ങനെ ഡിസ്ക് ബൾജ് ശരിയായിരുന്നെ സൗഖ്യം പ്രാപിച്ച വല്ലവരും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പറയണെങ്കിൽ ഞാനതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അവർക്ക് പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്കൊരു വിശ്വാസമൊന്നുമില്ല. പക്ഷെ സ്വന്തം അനിയനായോണ്ട് പറഞ്ഞു നോക്കാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ ട്രാക്ഷന്റെ കൂടെ ഇതും കൂടി ഉപയോഗിക്കണം. ഒരു പക്ഷെ അത് ശരിയാവുമെന്ന് എനിക്കൊരു തോന്നല്. അങ്ങനെ പലരും ഉണ്ടെങ്കിൽ അഭിപ്രായം പറയണം കേട്ടോ. ഉണ്ട്. ഞാന് ഉഷ രാജു, പത്തനാപുരം ഡോക്ടർ രാജുവിന്റെ വൈഫ്. ശരി. എനിക്ക് ഇതുപോലെ ഡിസ്കിന്റെ പ്രശ്നമായിരുന്നു. ഒരു ആക്സിഡന്റിലായതാ. 35 വർഷം മുമ്പ് ആയിരുന്നു. ഞാന് 17 വർഷം ട്രാക്ഷനിലായിരുന്നു. പല പ്രാവശ്യങ്ങളായിട്ട് 17 വർഷം കൊണ്ട് നടുവേദന വരുമ്പോൾ ട്രാക്ഷനിൽ കിടക്കും. പിന്നെ അതങ്ങനെ വീട്ടിൽ ഞാൻ ട്രാക്ഷനിലായിരുന്നു. ഒരു ട്രാക്ഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ 2-3 മാസം നമ്മളെ പോകും. എന്ന് വെച്ചാൽ എത്ര നാള് നമ്മൾ ട്രാക്ഷനിൽ കിടക്കുന്നുവോ അത്രയും നാള് നമ്മൾ റെസ്റ്റ് എടുക്കണം. അപ്പൊ അത് എനിക്ക് ബുദ്ധിമുട്ടായി. ഞാനൊരു വീട്ടമ്മയാകുമ്പം അങ്ങനെ എനിക്ക് കിടക്കാൻ പറ്റത്തില്ലല്ലോ. കിടന്നില്ലെങ്കിലും പ്രയാസം. പിന്നെ അങ്ങനെയായി ഞാൻ പിന്നെ തിരുമാൻ പോകുമായിരുന്നു. അപ്പൊ ആദ്യത്തെ സമയങ്ങളിലെ വർഷത്തിൽ 1 തിരുമു മതി. പിന്നെ അത് 2ആയി 3ആയി 4ആയി. ഈ പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ കിട്ടുമ്പം 2 മാസത്തില് 3 തിരുമു വരെ ഉള്ള സമയത്താണ് എനിക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പൊ ഈ ഡിസ്കിന്റെ പ്രശ്നം കൊണ്ട് എനിക്ക് സെർവിക്കൽ സ്പോണ്ടിലോസിസ്, ഫ്രോഷൻ ഷോൾഡർ, കാലിന് വേദന, അങ്ങ് ആകപ്പാടെ എന്റെ ഒരു സൈഡ് കംപ്ലീറ്റ് പ്രയാസമായിരുന്നു. എനിക്ക് ഒത്തിരി സമയം നിൽക്കാൻ പറ്റത്തില്ല. പള്ളിയില് നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പോഴും എനിക്ക് ഒരു സമയം കഴിയുമ്പോൾ എനിക്ക് ഇരിക്കണം. പള്ളിയിൽ പോലും നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ കൃപയാൽ ഞാൻ 2 വർഷമായി ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു. എനിക്കൊരു 70%ഓളം വ്യത്യാസമുണ്ട്. ഇപ്പൊ ജോലി കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നു. അതിനെല്ലാം ഉപരി പള്ളിയിൽ എനിക്ക് ആരാധനയ്ക്ക് ഫുൾ ടൈം നിൽക്കേണ്ട ടൈമിൽ ഫുൾ ടൈം നിന്ന് അതെല്ലാം പങ്കെടുക്കാനും ശുശ്രൂഷയിൽ പങ്കുകൊള്ളാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഞങ്ങള് ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ റിസ്റ്റ് ബാൻഡ് ഒരു കാരണവശാലും കുളിക്കുന്ന സമയത്തല്ലാതെ ശരീരത്തിൽ നിന്ന് മാറ്റത്തില്ല. പിന്നെ ഈ പ്രൊഡക്റ്റ് ഈ ബെഡിൽ തന്നെ കിടക്കത്തുള്ളൂ. എവിടെ പോയാലും ഇത് പിന്നെ കാറിൽ പോകുന്നതുകൊണ്ട് ഈ മാട്രസും കൂടെ കൊണ്ടുപോയി ഞങ്ങൾ രണ്ടുപേരും ഇത് നന്നായി ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ വ്യത്യാസം ഞങ്ങൾക്കുണ്ട്. അപ്പൊ ഡിസ്കുമായിട്ട് നടുവുള്ള പ്രശ്നത്തിന് എനിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. എനിക്ക് സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്റെ ആദ്യം മാറിയത് എനിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ ട്രാക്ഷൻ ഇല്ല, ഒന്നുമില്ല. അപ്പൊ പ്രതീക്ഷയോട് ഉപയോഗം പറയാല്ലേ. പക്ഷെ അവരൊക്കെ ഭയങ്കര നെഗറ്റീവ്സ് ആണ്. അങ്ങനത്തെ ഒരു ഇതാ. അവര് ഞാൻ റെക്കമെൻഡ് ചെയ്യാനേ പറ്റൂ. പക്ഷെ ഉപയോഗിച്ചാൽ അവർക്ക് നല്ലത് എന്നെ ഒന്ന് വിളിക്കുമ്പോ ഞാൻ പറയാം. പിന്നെ ഓരോ ബോഡിയിൽ എങ്ങനെ ഇത് ആക്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഞാനൊരു ഇത്രയും വർഷം കൊണ്ട് സിവിയർ ആയിട്ട് നടുവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൽ നിന്ന് എനിക്ക് വിടുതൽ ലഭിച്ചു ഒരു നല്ലൊരു ശതമാനം. ഓക്കെ. അതപ്പോ ചോദ്യവും ഉത്തരവും നമ്മുടെ ഈ ഒരു മീറ്റിംഗിൽ തന്നെ കിട്ടില്ല. ഇതാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. സാർ അതിന്റെ ഒരു ഇതാണ് നമ്മൾക്ക് അറിയാവുന്ന, നമ്മൾക്ക് കിട്ടിയ റിസൾട്ടുകൾ നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുമ്പോൾ അത് പല ആളുകൾക്കും ഉപകാരപ്രദമാവും എന്ന് തന്നെ സാർ ഇത് ചോദിച്ചപ്പോ തന്നെ ഉഷ മേഡം അത് കടന്നു വന്ന് ആ റിസൾട്ട് പങ്കുവെച്ചതിന് മേഡത്തിനും സാറിനും നല്ലൊരു താങ്ക്സ് പറയാണ്. മേഡം അത് അതേ രീതിയിൽ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ ഇത്രയും സിവിയർ ആയിട്ടുള്ള ഒരു പ്രശ്നം അപ്പൊ മേഡത്തിന്റെ റിസൾട്ട് കൂടെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കേൾക്കാൻ പറ്റി. അപ്പൊ മേഡത്തിന്റെ റിസൾട്ട് ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും കിട്ടി. ഉഷ പറഞ്ഞത് ആ സംഭവം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറഞ്ഞില്ല. അത് പിള്ളേരുടെ ട്രിവാൻഡ്രത്ത് പഠിക്കാൻ നേരം
അവര് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു തമിഴ്നാട് ബസ്സും KSRTC കൂടെ കൂട്ടിയിടിച്ച് അങ്ങനെ നെറ്റി മുറിഞ്ഞു. ഈ ഡിസ്കും പ്രൊലാപ്സ് L1 L3 പ്രൊലാപ്സ് ആയതാ, ആക്സിഡന്റ് പ്രൊലാപ്സ് ആയതാ, മനസ്സിലായി? എന്നിട്ടാണ് ട്രാക്ഷനിൽ ഒരുപാട് ഒരു 10-25 വർഷം ഇതിന്റെ ട്രീറ്റ്മെന്റ് പറയണമെന്നാ. ലാസ്റ്റില് ഈ ഉഷ പറഞ്ഞ പോലെ തന്നെ ശരിയാണ്. പിന്നെ ഇപ്പൊ ഈ ബയോട്രിക് കിട്ടിയ പിന്നാണ് അതിന്റെ കംപ്ലീറ്റ്. ഇപ്പൊ വീട്ടിലെ പണിയും ഗാർഡനും എല്ലാം നോക്കുന്ന പുള്ളിക്കാരിയാണ്. ഇപ്പൊ എല്ലാ യാത്രയ്ക്കും കൂടെ ഞങ്ങൾ തൃശ്ശൂര് ഇവിടെ നിന്ന് 3.5 മണിക്ക് തിരിച്ചിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഞങ്ങള് തൃശ്ശൂർ വരെ എത്തിയിട്ടുണ്ട് ആദ്യമായിട്ടുള്ള ഈ പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ. ഞാൻ കാർ സീറ്റ് കൂടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കാർ സീറ്റ് കൂടെ യൂസ് ചെയ്തുകൊണ്ട് എല്ലാ സ്ഥലത്തും പോവാറുമുണ്ട് കേട്ടോ. അതൊരു പണിയാ. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ ജോർജാണ്, പയ്യാവൂർ. ഓർമ്മയുണ്ടാ? ഓക്കെ സർ, ഓക്കെ. അപ്പൊ ഡോക്ടർ സാറും അതിന്റെ ഉത്തരം ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഒന്നുകൂടെ പറഞ്ഞു തന്നു രാജേഷ് സാറ്. അപ്പൊ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും താങ്ക്സ് പറയാണ്. നല്ലൊരു രീതിയിൽ തന്നെ അതിന്റെ ചോദ്യവും ഉത്തരവും ഒക്കെ നമ്മുടെ ഈ ഒരു മീറ്റിംഗിൽ തന്നെ കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ ഇനി കുറച്ച് സമയം കൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പൊ വേഗം, കാരണം എന്താ വെച്ചാൽ ഈ റിസൾട്ടുകൾ പല ആളുകൾക്കും ഉപകാരപ്രദമാകുന്നുണ്ട്. അതുകൊണ്ട് ഈ റിസൾട്ടിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൈം കൂടെ എടുക്കാം. അപ്പൊ ഇനിയും ആരാണ് റിസൾട്ടുകൾ പങ്കുവെക്കാൻ വേണ്ടി കടന്നു വരുന്നത്? വേഗം വന്നോളൂ. സാറ് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം, പറഞ്ഞ പോലെ ഉപയോഗിച്ചു എന്നുള്ളതില്ലേ. നമ്മളെല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിസൾട്ട് നമ്മൾക്ക് കിട്ടാൻ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾക്ക് ആര് തന്നോ അത് അവർ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് നമ്മളെ ബോഡി വെയിറ്റിനനുസരിച്ചിട്ട് 20 കിലോക്ക് 1 ലിറ്റർ എന്നുള്ള കണക്കിന് നമ്മളെ ബോഡി വെയിറ്റ് എത്ര ഉണ്ടോ ആ വെയിറ്റിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം യൂസ് ചെയ്യാം. അപ്പൊ തീരെ വെള്ളം കുടിക്കാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ആ ദിവസം തന്നെ, നമ്മൾക്ക് കിട്ടിയ ദിവസം തന്നെ നമ്മളെ ബോഡി വെയിറ്റിനനുസരിച്ചിട്ട് വെള്ളം കുടിക്കാൻ പോകരുത്. അത് നമുക്ക് റിസൾട്ട് ആയിരിക്കില്ല തരിക. അതിലെന്തെങ്കിലും നമ്മൾക്ക് ബോഡിക്ക് അത് റിയാക്ഷൻ ആയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ വെള്ളത്തിന്റെ അളവ് കൂട്ടി കൊണ്ടുവന്നിട്ട് നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ചിട്ട് നമ്മൾ കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതേപോലെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മളോട് എന്ത് പറഞ്ഞോ, ഇത് രണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കയ്യിൽ കെട്ടേണ്ട കാര്യം ഇപ്പൊ മേഡം പറഞ്ഞു, ഉഷ മേഡം പറഞ്ഞൊരു പ്രത്യേകം, നമ്മൾ ആ കയ്യിൽ നിന്ന് ആ ഒരു ബാൻഡ് അഴിക്കുന്നത് കുളിക്കുന്ന സമയത്ത് മാത്രമാണ് എന്നുള്ളത്. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പല ആളുകളും ഈ ഒരു ബാൻഡ് കയ്യിൽ കെട്ടാൻ മടിയുള്ളത് കാരണം കെട്ടാതിരിക്കും, വെള്ളം കറക്റ്റ് കുടിക്കാതിരിക്കും, എന്നിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്നുള്ള പരിഭവം പറയും. പക്ഷെ അങ്ങനെ ആവരുത്. നമ്മുടെ ബോഡിയിൽ നമ്മള് പല റിസൾട്ടുകൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു അമേസിങ് പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ കൈകളിലേക്ക് ദൈവാധീനം പോലെ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കുക. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് നമ്മളെ ആരോഗ്യത്തെ സംരക്ഷിക്കുക. ആരോഗ്യം തന്നെയാണ് ഏറ്റവും വിലപ്പെട്ടത്. ഓക്കെ, താങ്ക് യു സർ. ഇനി ആരെങ്കിലും കടന്നു വരുന്നുണ്ടോ പ്രൊഡക്റ്റിന്റെ? ഗുഡ് ഈവനിങ് ലീഡേഴ്സ്, കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കാം മാഡം, പറഞ്ഞോളൂ. എന്റെ പേര് ബൽക്കീസ്. നിലമ്പൂര് അടുത്ത് വണ്ടൂരാണ് എന്റെ വീട്. എനിക്ക് ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നത് പ്രീതി മാഡം അതേപോലെ തന്നെ ഷായ് സാറും ആണ്. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് വെച്ചാൽ എനിക്കൊരു കാലുവേദനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചത്. ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണ് എന്റെ ജോലി എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് റിസൾട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രാവശ്യം കൂടെ പറയുന്നത്. അപ്പം നമുക്കറിയാം, ഒരു ബാലൻസ് ഇല്ലാത്തൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ എത്രത്തോളം ആക്സിലേറ്റർ കൊടുത്താലും അവരുടെ പുറകെ ഓടുക എന്നുള്ളതാണ് എന്റെ ജോലി. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേനും കാലിന് ഭയങ്കര വേദനയാണ്. ആ ഒരു കാലുവേദനക്ക് ആണ് ഞാൻ ശരിക്കും നമ്മളെ വാട്ടർ എനർജി പാഡാണ് ഫസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്നാണ്. അത് കെട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ കാലിന്റെ വേദനക്ക് നല്ലൊരു ആശ്വാസം കിട്ടി. അങ്ങനെയാണ് ഞാൻ മൊത്തം പ്രൊഡക്റ്റും വാങ്ങി ഉപയോഗിച്ചത്. ഓക്കെ, അതിനുശേഷം എന്റെ നാത്തൂന് നല്ല മൈഗ്രെയിന്റെ തലവേദന ഉള്ള ആളാണ്. നമ്മളിപ്പോ എന്റെ വീട്ടിലേക്ക് പോകുമ്പോ എന്റെ നാത്തൂന് മൈഗ്രെയിന്റെ തലവേദനയെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പോവാനേ തോന്നൂല. കാരണം ആൾക്ക് സൗണ്ട് ഒന്നും കേൾക്കാൻ പാടില്ല, വെളിച്ചം കാണാൻ പാടില്ല, ആ റൂമിൽ തന്നെ അടഞ്ഞിരിക്കാവും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ കയ്യിലുണ്ടായിരുന്ന റിസ്റ്റ് ബാൻഡ് ഞാൻ ആളുടെ തലയിൽ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. അത് കെട്ടിക്കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൾ അതെടുത്ത് ഒരൊറ്റ ഏറാണ് എറിഞ്ഞത്. എന്നോട് എനിക്കിതൊന്നും വേണ്ട, എനിക്ക് വേദന കൂടിയെന്നാണ് ആള് പറഞ്ഞത്. അപ്പൊ എനിക്ക് സത്യത്തിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മാഡത്തിനെ വിളിച്ചപ്പോ മാഡം പറഞ്ഞു ഒരു പ്രാവശ്യം കൂടെ കെട്ടിക്കൊടുക്കുക എന്നാണ് ആള് പറഞ്ഞത്. അപ്പൊ അത് എഫക്ട് ചെയ്യുന്നതിലെ തെളിവാണ് ആ വേദന കൂടിയത് എന്നാ പറഞ്ഞത്. ഒരു 10-15 മിനിറ്റ് ആയപ്പോഴത്തേനും ആൾ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള ആളെ അല്ല, ആൾക്ക് അത് കറക്റ്റ് ആയിട്ട് അത് മാറി എന്നുള്ളതാണ്. അതുപോലെ എന്റെ ഹസ്ബൻഡിന് ഷുഗറിന് 300-നകത്ത് ഷുഗർ ഉള്ളത് ഇപ്പോ എപ്പോഴെങ്കിലുമൊക്കെ ഓരോ ഗുളിക കുടിച്ചെങ്കിലായി, അത്രേ ഉള്ളൂ. കാരണം ആൾക്ക് ഷുഗറേ ഇല്ല. അതുപോലെ തന്നെ ഞാനൊരു പാലിയേറ്റീവ് വോളണ്ടിയർ ആണ്. അപ്പൊ ഞാന് മാസത്തിൽ ഒരു ദിവസം പാലിയേറ്റീവിന്റെ കൂടെ ഞാൻ പോവാറുണ്ട്.
അങ്ങനെ ഒരു ദിവസം ഒരു വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഒരു അച്ഛനെയും അമ്മനെയും കാണുന്നത്. ആ അച്ഛൻ എന്ന് പറഞ്ഞാല് ഒരു 55 വയസ്സേ ആൾക്കുള്ളൂ. ആള് നട്ടലിന് TV ബാധിച്ചിട്ട് ഇവിടുന്ന് അര കീപ്പട്ട് മൊത്തം കുഴഞ്ഞിരിക്കുകയാണ്. കാരണം വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പുറത്ത് വലിയൊരു മുറിവുണ്ട്. ഞാൻ ചെല്ലുന്ന സമയത്ത് ആൾക്ക് ഷുഗർ 400 ഉണ്ട്. ഷുഗർ മാറാത്ത കാരണം ഈ മുറിവ് ഉണങ്ങണില്ല. അതുപോലെ തന്നെ കാലിന്റെ അര കീപ്പട്ട് അങ്ങോട്ട് ചലനശേഷിയില്ല. ഞാൻ എന്റെ കയ്യിൽ ചാവി ഉണ്ടായിരുന്നു, വെറുതെ ഒന്ന് കാലിലൊക്കെ ഒന്ന് മാന്തി നോക്കി, ഒന്നും അറിയണില്ല, ഒരു അനക്കും ഇല്ലാണ്ട് കിടക്കുക. പക്ഷെ മുകൾക്ക് ഇങ്ങോട്ട് അനക്കുണ്ട്. അവിടെ നിന്നാണെങ്കിൽ ഈ നടുവിന് ഈ പുറത്തുള്ള ഈ ഒരു മുറി കാരണം ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കാനോ ഒന്നും വയ്യാതെ വേദന കൊണ്ട് അനുഭവിക്കുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. സിസ്റ്ററിന്റെ കൂടെയാണ് ഞാൻ ചെല്ലുന്നത്. പാലിയേറ്റീവിന്റെ കൂടെ ആകുമ്പോൾ ഞങ്ങൾ ഒരു സിസ്റ്റർ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞങ്ങളെ കണ്ട ഉടനെ തന്നെ പറഞ്ഞത്, സിസ്റ്റർ നിങ്ങള് ഒന്നും കൂടി ഡോസ് കൂട്ടി തരണം, ഈ അച്ഛന് ഉറങ്ങണേ ഇല്ല. കാരണം 5-6 മാസമായിട്ട് ഉറങ്ങാതിരിക്കുന്ന ഒരു അവസ്ഥ. ശരിക്കും നമുക്കത് കാണുമ്പോഴാണ് അയാളൊരു എത്രത്തോളം അദ്ദേഹം ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ കണ്ടപ്പോ ഉറക്കമില്ലാത്തതിന് പിന്നെയും ഡോസ് കൂട്ടി കൊടുക്കാൻ പറയാണ് ഗുളിക. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, മാക്സിമം നിങ്ങൾക്ക് ഇപ്പൊ തരുന്നുണ്ട്, ഇനി ഡോസ് കൂട്ടാൻ പറ്റില്ല. അങ്ങനെയാണ് സിസ്റ്റർ അവരോട് പറഞ്ഞത്. അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നി, നമ്മുടെ പ്രൊഡക്റ്റ് ഇവർക്ക് കൊടുത്ത്, ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 4 മാസേ ആയുള്ളായിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയ ഒരു കേസാണ്. ഹോസ്പിറ്റലില് 9 മാസത്തോളം കുറെ പെരിന്തൽമണ്ണ മൗലാനിയിൽ കടന്നു, അതുപോലെ തന്നെ കോഴിക്കോട് ഇക്രയിൽ കടന്നിട്ട് അവിടെ നിന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞു ഇനി വീട്ടിൽ പോയി കിടന്നാൽ മതി എന്നുള്ളിടത്തോളം. കാരണം ഇനി പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ഇയാൾക്ക് കൊടുക്കാനല്ല, ഏറി വന്ന ഒരു 6 മാസം കൂടെ. അപ്പൊ ഇയാളെ മരുമകനാണ് ഇവരെ നോക്കുന്നത്. മരുമകനോട് പറയുന്നത് അച്ഛന് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വരെ ഒഴിവാക്കിയ ഒരു കേസ്. ഇനി ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ വെറുതെ ചെക്കപ്പിന് വന്നാൽ മതി എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് ഇയാൾക്ക് ഒരു ചികിത്സ ഇനി കൊടുക്കാനല്ല, അത്രത്തോളം കൊടുത്തിട്ടുണ്ട്. 14 ലക്ഷത്തോളം രൂപ ആ ഒരു 6-7 മാസം കൊണ്ട് ഇയാൾക്ക് ചെലവാക്കിയിട്ടുണ്ട്. അങ്ങനെ കിടക്കുന്ന ഒരു വ്യക്തിക്കാണ് എനിക്ക് സത്യത്തിൽ ഈ പ്രോഡക്റ്റ് കൊടുക്കാൻ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം 4 മാസം ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടായിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് തോന്നി, ഞാൻ വൈകുന്നേരം അവിടുന്ന് വിളിച്ചപ്പോ മേഡത്തിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഒരു അച്ഛനെ ഞാൻ കണ്ടു, ആൾക്ക് ഉറക്കില്ല, പക്ഷെ ആള് കുഴഞ്ഞു കിടക്കുക. അങ്ങനെ ഷായ് സാറും പ്രീതി മാഡം കൂടെ വന്ന് പിറ്റേ ദിവസം ഞങ്ങൾ 10 മണിയാകുമ്പോൾ അവരെ വീട്ടിൽ ചെല്ലുമ്പോൾ പാലിയേറ്റിന്റെ ആളുകളല്ലേ പറഞ്ഞു. അപ്പൊ നമ്മൾ പാലിയേറ്റിന്റെ ഭാഗമായിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്, എന്റെ കയ്യിൽ ഇങ്ങനെ പ്രോഡക്റ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് പറഞ്ഞു. അങ്ങനെ നമ്മളെ പ്രീതി മാഡം കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുത്തപ്പോൾ ആൾക്ക് ആ പ്രോഡക്റ്റ് കിട്ടണം. കാരണം ഉറങ്ങാൻ പറ്റും, ഉറക്കം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് പ്രോഡക്റ്റ് വേണം. കാരണം ഇത്രയും പൈസ ചെലവാക്കിയ ആളിന് ഇനിയിപ്പൊ ഇതൊന്നും ഒരു വിഷയമല്ല, അതെങ്കിൽ അത് എന്നുള്ള ആ ഒരു ഇതിലാണ് ആള് പറയണത്. അപ്പോ അവര് ചോദിച്ചു ഇന്ന് തന്നെ ഇത് കൊണ്ടുതരാൻ പറ്റുമോ. അങ്ങനെ മേഡം ഷായ് സാറും ഇവിടുന്ന് പോയി കോഴിക്കോട് നിന്ന് ആ ഒരു പ്രൊഡക്റ്റ് രാത്രി തന്നെ ഇങ്ങോട്ട് എത്തിച്ചു. ഒരു വൈകുന്നേരം ആകുമ്പത്തിന് ഞങ്ങള് അവിടെ ചെന്നു. നമ്മളെ പ്രീമിയം പ്രൊഡക്റ്റ് തന്നെയാണ് ആൾക്ക് കൊടുത്തത്. ആളെ ആ ബെഡിൽ നിന്ന് എല്ലാവരും കൂടെ വലിച്ചെണീപ്പിച്ച് കിടത്തി, നമ്മുടെ മാട്രസ് പാഡ് വിരിച്ച് അതിനകത്ത് കിടത്തി വെള്ളവും കൊടുത്തു. അതുപോലെ ആ റിസ്റ്റ് ബാൻഡ് അപ്പൊ കയ്യിലെ കെട്ടിക്കൊടുത്തതാണ്. പിന്നെ നനയണമൊന്നുമില്ലല്ലോ, ആള് പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല, അവിടെ കിടക്കുകയല്ലേ. അങ്ങനെ അത് കെട്ടിക്കൊടുത്തു. ഞാൻ പറഞ്ഞു ഉറങ്ങണ വരെ കുറച്ചേരം ഈ വെള്ളം കുടിച്ചോ. 2-3 ഗ്ലാസ്സായിട്ട് ഞങ്ങൾ തന്നെ അപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ വെള്ളമൊക്കെ കുടിപ്പിച്ചു. സത്യത്തിൽ രാത്രിയൊക്കെ ആയപ്പോ എനിക്ക് നല്ല ടെൻഷനാണ്. ഇനി എന്താകുമോ ഇയാളൊരു അവസ്ഥ. കാരണം ഇയാൾക്ക് ഉറങ്ങാന്നുള്ള ഒരു പ്രതീക്ഷ നമ്മൾ കൊടുത്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് കൊടുത്ത് പോന്നിട്ടുള്ളത്. അങ്ങനെ രാത്രി ഞാനും നല്ലോണം പഠിച്ചവനോട് പ്രാർത്ഥിച്ചു പോയി, അയാൾക്ക് നല്ലൊരു ആശ്വാസം കൊടുക്കണേ, അയാൾക്ക് ഉറക്കം ഉണ്ടാവണേന്നൊക്കെ ഞാൻ സത്യത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു പോയി. കാരണം നമ്മളൊരു അവസ്ഥ ആ സമയത്ത് അങ്ങനെയാണ്. അങ്ങനെ രാവിലെ ഒരു 7 മണിയായപ്പോ ഇയാളെ കോള് വരികയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ കോൾ എടുക്കാൻ പേടിയായിരുന്നു. കാരണം എന്താ പറയണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ ആ കോൾ എടുത്തപ്പോ ഹലോ അച്ഛാ എന്താ വർത്താനം വെച്ചപ്പോ എനിക്ക് നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞു. അതോടുകൂടി എന്റെ കഴിഞ്ഞു. കാരണം ഇയാൾ ഞാൻ ഉറങ്ങിയിട്ടില്ലേ, എന്താണ് ഇയാൾക്ക് എന്തേലും ഉണ്ടായാവോ എന്നുള്ള സത്യത്തിൽ എനിക്ക് അതൊരു പേടിയായിരുന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞു എനിക്ക് നിങ്ങളൊന്ന് കാണണം. അപ്പൊ എന്നോട് ചോദിച്ചതിന് കാരണം എനിക്ക് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ എന്താ വെച്ചാല് ആള് ഇന്നലെ 9:30 വരെ ഫോണിൽ ഇങ്ങനെ എന്നും ഫോണിൽ കണ്ട് കിടക്കുകയാണ് ആള്. അപ്പൊ 9 വരെ കളിച്ചതേ ആൾക്ക് ഓർമ്മയുള്ളൂ, പിന്നീട് ഒന്നും ഓർമ്മയില്ല, ആള് ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ 7 മണിക്കാണ് അദ്ദേഹം ഉണരുന്നതെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോ എനിക്ക് നിങ്ങളോട് പറയാ, എന്താ നമുക്ക് അതിലും വലിയൊരു സന്തോഷം ഭൂമിയിൽ നമുക്ക് കിട്ടാല്ല. അത്രയും നല്ലൊരു സന്തോഷമാണ് എനിക്ക് അപ്പൊ ഉണ്ടായത്. അങ്ങനെ ഞങ്ങളൊരു 10 മണിയായപ്പോ അച്ഛനെ കാണാൻ പോയി. അച്ഛന് ഭയങ്കര സന്തോഷം. ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല, നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് ഉറക്കം കിട്ടിയിട്ടുണ്ട് കാരണം. അപ്പൊ ആൾക്കാരിൽ ഭയങ്കര വിശ്വാസമായിട്ടോ ആ ഒരു ഉറക്കം. പിന്നെ അയാൾ അത് കറക്റ്റ് ആയിട്ട് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി. കറക്റ്റ് നമ്മളെ വെള്ളം കുടിക്കാൻ, പിന്നെ
കിടക്കുന്ന അതിൽ തന്നെയാണല്ലോ. അങ്ങനെ ഷുഗർ കുറഞ്ഞപ്പോ ആളുടെ മുറിവ്, ഞാൻ പറഞ്ഞു ഈ വെള്ളം കൊണ്ട് തന്നെ ഇനി മുറിവ് കഴുകിയും കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ മുറിവ് പതിയെ അതിന്റെ വലിയൊരു കുഴിയായിരുന്നു ആ മുറിവ്, അതൊക്കെ തൂരാൻ തുടങ്ങി. പിന്നെ ഒരു 2 മാസമൊക്കെ ആയപ്പോ തന്നെ ആളുടെ വിരലുകൾ അനങ്ങാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പറയാം, ആഴ്ചയിൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോകും. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഉറപ്പും ആ ഒരു മോട്ടിവേഷനും ആൾക്ക് ഭയങ്കര ജീവിതത്തിലേക്ക് രണ്ടാമത് തിരിച്ചു വരാനുള്ള ഒരു എന്താ പറയാ, അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും അത് മനസ്സിലാവുള്ളൂ. ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, നല്ല അമേസിംഗ് റിസൾട്ടുകൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത്. മുഴുവനായിട്ടും മേഡം പൂർത്തിയാക്കിയിട്ടില്ല, ഞാനും കൂടെ പോയിട്ടായിരുന്നു ആ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ളത്. ഒരു 2-3 മാസേ ഉള്ളൂ ഇനി അദ്ദേഹത്തിനുള്ളൂ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണത്. അതായത് നട്ടെല്ലിന് TB ബാധിച്ചു. ആ ഒരു വീണതിന് ശേഷം നട്ടെല്ല് പൊട്ടിപ്പോയ ഒരവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്. ഹൈ ഷുഗർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കൂടെ, ആ ഷുഗർ നട്ടെല്ല് പൊട്ടിയ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ സ്ഥലത്ത് ആ ഒരു ഇഞ്ചറി മാറാതെ അത് വലിയൊരു വ്രണായിട്ട് ഒരു ഹോൾസ് മാതിരി ആയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു കൈ കടക്കുന്ന വിധത്തിലേക്ക് പോലും വലിയൊരു ഹോൾസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അത് പാലിയേറ്റിന്റെ ആളുകൾ ഡ്രസ്സ് ചെയ്യാൻ വന്നാൽ അയാൾ പറയുന്നത് കേൾക്കാം, ഒരു പ്രാവശ്യം ഡ്രസ്സ് ചെയ്യാൻ വന്ന ആള് പിന്നീട് അതിവിടേക്ക് വരില്ല എന്നുള്ളത്. അപ്പോ ഒരു പാലിയേറ്റിന്റെ ആള് അവര് കേൾക്കെ തന്നെ പറഞ്ഞു, അവര് വേറെ ഒരാളോട് പറഞ്ഞതാണെന്ന് പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകളൊന്നും അധികകാലം ഇനി ജീവിക്കില്ല എന്നുള്ളത്. അവര് 2 കാലും കുഴഞ്ഞു പോയ അവസ്ഥയായിരുന്നു. തീരെ ഒരു തുണിക്കഷ്ണം പോലെയായിരുന്നു അയാളുടെ 2 കാലും. ഇപ്പൊ 3 മാസേ ജീവിക്കുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ആളും കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം, ഒരു ഉറക്കം കിട്ടാതെ. പക്ഷെ അദ്ദേഹത്തിന് നമ്മുടെ പ്രൊഡക്റ്റ്, അദ്ദേഹം ഒരു കോഴിക്കോട് BOPയിൽ വന്ന് നടന്നു വന്ന് ഉന്മേഷവാനായിട്ട് നടന്നു വന്ന് ആ ഒരു റിസൾട്ട് പങ്കുവച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതൊക്കെ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഉപയോഗത്തിലൂടെ കറക്റ്റായിട്ട് അദ്ദേഹം ഉപയോഗിച്ചു. കാലിലൊക്കെ ഒരു വാട്ടർ എനർജി പാഡ് കെട്ടിക്കൊടുത്തു. അതേപോലെ കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക, കയ്യിൽ കിട്ടുക, എല്ലാം അദ്ദേഹം കൃത്യമായിട്ട് ചെയ്തു. കൈകാലുകളൊക്കെ ഒരിക്കലും ഡോക്ടേഴ്സ് പറഞ്ഞത് അവരെ കാല് ഇനി ഒരിക്കലും അവർക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരിക്കലും ആ കാലിന്റെ ചലനശേഷി തിരിച്ചു കിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതൊക്കെ നമ്മളുടെ ഈ ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ പ്രൊഡക്റ്റിലൂടെ അത് എന്നിലൂടെ അവിടെ എത്തിക്കാൻ പറ്റി എന്നുള്ളതും എനിക്ക് എന്താ പറയാ വലിയൊരു പുണ്യമായിട്ട് കാണുകയാണ് ഞാൻ. അപ്പൊ അദ്ദേഹം ഇന്ന് നടന്ന് എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ പാകത്തിനായി. അതുമല്ല, അന്ന് ഞങ്ങൾ ചെന്ന് കാണുന്ന സമയത്ത് അദ്ദേഹം ഒരു പ്രായമുള്ള ഒരു മനുഷ്യനായിട്ടാണ് അതിന്റെ ഫോട്ടോസൊക്കെ എന്റെ കയ്യിലുണ്ട്, ചുരുണ്ടുകൂടി കിടക്കുന്നത് കാണുന്ന സമയത്ത്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് എത്രയോ പ്രായം കുറഞ്ഞു, ഒരു ചെറുപ്പക്കാരനായിട്ട് മാറി അദ്ദേഹം. അതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് അമേസിംഗ് റിസൾട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ റിസൾട്ടുകൾ. എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അപ്പൊ നമ്മുടെ കൈകളിലേക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് എത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ റിസൾട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് നമ്മൾ അത് പങ്കുവയ്ക്കാൻ മടിക്കരുത്. ഇതേപോലുള്ള എത്രയോ ആളുകളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാവാൻ നമ്മൾക്ക് എല്ലാവർക്കും പറ്റും. അത് നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തുക. ഓക്കെ മാഡം, എന്തോ റേഞ്ചിന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കാം കട്ടായിട്ട് പോയിട്ടുള്ളത്. മാഡത്തിന് താങ്ക്സ് പറയണം. മാഡത്തിന്റെ റിസൾട്ടും കുറെ റിസൾട്ടുകൾ മാഡത്തിന് ഇനി പറയാനുണ്ട്. ഇനി അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് ഇതേപോലെ റിസൾട്ടുകൾ കേൾക്കാം. ഇനി ആരെങ്കിലും റിസൾട്ടുകൾ പങ്കുവയ്ക്കാൻ കടന്നു വരുന്നുണ്ടെങ്കിൽ വേഗം തന്നെ വന്നോളൂ. ഇന്ന് റിസൾട്ട് കേൾക്കുന്നില്ലേ? കേൾക്കാം മാഡം, പറഞ്ഞോളൂ. ഹലോ, എന്റെ പേര് സുബൈദ, ഞാൻ കോട്ടക്കൽ നിന്നാണ് വരുന്നത്. പിന്നെ എന്റെ ലീഡർ അമ്പിളിമേടും ബാബു സാറുമാണ്. എനിക്ക് വെരിക്കോസ് വെയിന് ഭയങ്കര പ്രശ്നമായിരുന്നു. കാലുകൊണ്ട് തീരെ സുഖമില്ലായിരുന്നു. പിന്നെ ഷോൾഡർ വേദന ഉണ്ടായിരുന്നു, അതും ഭയങ്കരമായിരുന്നു. എല്ലാം ഇപ്പൊ സുഖമായി. പിന്നെ മാഡം പറഞ്ഞ പോലെ ഓരോ അസുഖങ്ങൾക്കും നമ്മള് എന്തിനാന്നുള്ള ഇല്ലാതെ ചെയ്യുന്ന പല അസുഖങ്ങളുണ്ടായിരുന്നു. എല്ലാം ഇപ്പൊ നല്ല കുറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നല്ല സുഖമായിട്ട്. മറ്റേത് എനിക്ക് ഒതുക്ക് കയറാനൊന്നും തീരെ വയ്യായിരുന്നു. അതൊക്കെ നല്ല മാറി കിട്ടി. പിന്നെ കൊടുത്ത ആൾക്കാർക്കും നല്ല റിസൾട്ട് ഉണ്ട്. കുറെ ആൾക്കാർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. എന്റെ ഇളാമാന്റെ മോക്ക് നല്ല കൈ തയപ്പായിരുന്നു, അവർക്ക് നല്ല സുഖമായി. കാലിന് വേദന ഉണ്ടായിരുന്നു, അവർക്ക് സുഖമായി. പിന്നെ അവിടെ അടുത്തൊക്കെ കൊടുത്തവർക്കൊക്കെ നല്ല റിസൾട്ടാണ്. ഇത് നല്ലൊരു
പിന്നെ പ്രൊഡക്റ്റ് ആണ് നല്ലൊരു ഇത്. എല്ലാവരും നല്ല ഇതിൽ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഞാനും ആദ്യം ഇതേപോലെ നല്ല നേരത്തെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എല്ലാം നല്ല രീതിയിൽ ഉപയോഗിച്ചപ്പോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. ക്ലാസ് കേട്ടതോടുകൂടി നല്ല റിസൾട്ടും എല്ലാം നല്ല ഇതായി. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു സുബേദ മാഡം. അപ്പൊ നല്ല റിസൾട്ട് എന്ന് മാഡം എടുത്തെടുത്ത് പറയുന്നില്ലേ, അതിനകത്ത് മാഡം സുലേഖ ടീച്ചർ ഉണ്ടെങ്കിൽ 2 വാക്ക് പറയണേ. ആ അതെ, ശ്രീ ടീച്ചറാണേ. ഹലോ മാഡം, ഞാനിത് ഈ പ്രൊഡക്റ്റ് എന്റെ ലീഡർ എന്ന് പറയുന്നത് പിന്നെ അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞ അബ്ദുറഹിമാൻ എന്ന ആളിൽ നിന്നാണ് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത്. വാങ്ങി ഉപയോഗിച്ചു. എന്റെ കൈക്ക് ഒരു ഷോൾഡർ വേദനയായിരുന്നു. 1 മാസമൊക്കെ ഉപയോഗിച്ചപ്പോ നല്ല മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി മാറ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഇടക്കാലത്ത് അത് വേദന വീണ്ടും കൂടി. ഞാൻ ഒരു 10ഓളം പേർക്ക് ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതില് 8ഓളം പേർക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ അവര് റിസൾട്ട് ഒക്കെ ഒരുപാട് പറയുന്നുണ്ട്. ഒരാൾക്ക് ഒരു കാലിന് വലിച്ചിലായിരുന്നു, ആ കാലിന്റെ വലിച്ചൽ മാറി, സുഖമായിട്ട് ഉറക്കം കിട്ടി. പിന്നെ ഒരാൾക്ക് പ്രഷർ 430 ആയിരുന്നു. അവരത് ഉപയോഗിച്ചപ്പോ, ചെറുപ്പക്കാരനാണ് ഉപയോഗിച്ചത്. ഞങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിലുള്ള വ്യക്തി തന്നെയാണ് ഉപയോഗിച്ചത്. അവർക്ക് പ്രഷർ നോർമൽ ആയിട്ടുണ്ട്, മരുന്നൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഒരാൾക്ക് പാർക്കിൻസൺസ് വന്നിട്ടായിരുന്നു. അതിനൊക്കെ നല്ല സമാധാനമുണ്ട്. അങ്ങനെ കൊടുത്തവർക്ക് പിന്നെ എന്റെ ആങ്ങളൊക്കെ എന്നെ ഗൾഫിലേക്ക് ഞാൻ കൊടുത്തയച്ചു. നടുവിന് ഭയങ്കര വേദനയായിരുന്നു, ഡിസ്ക് കംപ്ലൈന്റ് ആയിരുന്നു. അങ്ങനെയൊക്കെ രാവിലെ എഴുന്നേറ്റായിരുന്നു, ബാത്റൂമിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നല്ല മാറ്റമുണ്ട് എന്നാ പറഞ്ഞ. അങ്ങനെ തന്നെ ആങ്ങളെന്റെ ഭാര്യക്കാണെങ്കിൽ എപ്പോഴും ചുമ, എത്രയോ കാലങ്ങളായി നിർത്താത്ത ചുമയായിരുന്നു. ഇപ്പൊ ഒരു കളി കളിച്ചിട്ട് പലരെയും കാണിച്ചിട്ടുണ്ട്. ഇവിടെ കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലും കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മാറ്റവും ഇല്ലായിരുന്നു. ഇപ്പൊ ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോയി അതിന്റെ പിന്നെ തലേണന്റെ അടിയിൽ വെക്കുന്ന മാട്രസ് വെച്ച് പുതപ്പിനുള്ളിൽ വെച്ച് കിടന്നപ്പോ 2 ദിവസം കൊണ്ട് ചുമ മൊത്തം മാറി എന്നാ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ എല്ലാം കൊണ്ടും ഗുണമാണ്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് കുറച്ച് റിസൾട്ടിന് ഒരു വ്യത്യാസം കാണുന്നുണ്ട്. എനിക്ക് ആകെ ഷോൾഡർ വേദന അല്ല, കൈയിന്റെ മസിൽ പെയിൻ ആയിരുന്നു. അതിന് ഇടക്കാലത്ത് നല്ല 1-2 ദിവസം തീരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷെ അത് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് ആ വേദന. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ അവസ്ഥകൾ. പക്ഷെ അത് വെള്ളം കുടിക്കലിൽ എന്തോ വ്യത്യാസം വന്നത് കൊണ്ടായിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പകലൊന്നും വെള്ളം കുടിക്കാൻ സമയം കിട്ടൂല, ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ. പക്ഷെ എന്റെ ലീഡർ എപ്പോഴും പറയുന്ന ഒരു കാര്യം, വെള്ളം കുടിച്ചോണ്ടിരിക്കാൻ ടീച്ചറെ, എന്നാലേ മാറുള്ളൂ. പക്ഷെ കൊടുത്തവർക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മാഡം. അപ്പൊ കുറെ റിസൾട്ടുകളാണ് മാഡത്തിന് പറയാനുള്ളത് അല്ലേ? അപ്പൊ ഞങ്ങൾ വാങ്ങി ഉപയോഗിക്കണമെങ്കിൽ 3 മാസേ ആയിട്ടുള്ളൂ. ജൂലൈ മുതലാണ് വാങ്ങിയത്. ജൂലൈയിൽ വാങ്ങി. അതിനുശേഷം 10 ആൾക്ക് ഞങ്ങൾ കൊടുത്തു, പ്രൊഡക്റ്റ് കൊടുത്തു. അവർക്കെല്ലാം നല്ല വ്യത്യാസമുണ്ട്. എല്ലാവരെയും വിളിച്ച് കോണ്ടാക്ട് ചെയ്തുകൊണ്ടൊക്കെ പോയി നോക്കെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ല വ്യത്യാസങ്ങൾ അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴ് ഞങ്ങളിങ്ങനെ കൈമ കെട്ടിയിട്ട് റിസ്റ്റ് പാഡ് കൈമ കെട്ടി നടക്കുന്നു, ചോദിക്കുന്നു എന്നല്ലാതെ അതിനെപ്പറ്റി പ്രചാരം ഇവിടെ ഇങ്ങനെ ഇരിക്കൂറിലേക്ക് എത്തിയിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിലാണ് ഞാൻ. അതിൽ പ്രചാരം എത്തിയില്ല. അപ്പൊ ഞങ്ങളിൽ കൂടിയാണ് ഇതിപ്പോ പോകുന്നത്. ഓക്കെ, അതപ്പോ മാഡം ഭാഗ്യവതിയാണ്. ആ ഭാഗത്തേക്കൊക്കെ മാഡത്തിലൂടെ തന്നെ എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റട്ടെ. കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് മാഡത്തിന് പെട്ടെന്ന് തന്നെ അതിന്റെ പൂർണ്ണ റിസൾട്ട് കിട്ടട്ടെ. ആ വെള്ളം കുടിയൊക്കെ. പിന്നെ നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് ഇപ്പൊ കുറെ പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്, ജോയിന്റ് ഗാർഡ് അങ്ങനെ പറഞ്ഞിട്ടുള്ള. അതൊക്കെ അതും കൂടെ ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ചിലപ്പോ നമ്മളെ എന്തെങ്കിലും ശരീരത്തിന്റെ കുറവുകൾ നികത്താനും കൂടെ നോക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ കറക്റ്റ് ആയിട്ട് നമ്മളെ പ്രൊഡക്റ്റുകൾ നല്ല കൃത്യമായിട്ട് ഒരു വെള്ളം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പൊ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഉപയോഗത്തിലൂടെ മാഡത്തിന് പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ടിലേക്ക് എത്താനും കുറെ ആളുകളിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കാനും പറ്റട്ടെ എല്ലാവർക്കും. അതേപോലെ തന്നെ ഇന്ന് നമുക്ക് 9:30 ആവാറായി. ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാമിൽ ബാക്കി റിസൾട്ടുകൾ പങ്കുവയ്ക്കാം. അപ്പൊ ഇന്ന് റിസൾട്ടുകൾ പങ്കുവെച്ചിട്ടുള്ള എല്ലാവർക്കും ഒരു നന്ദി പറയുന്നു. എന്നെ ഈ ഒരു പ്രോഗ്രാം ഏൽപ്പിച്ച എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം. വൈൻഡപ്പിന് വേണ്ടിയിട്ട് ഞാൻ മനോജ് സാറില്ലേ, ഓക്കെ, നമ്മുടെ മനോജ് സാറിനെ വെൽക്കം ചെയ്യാണ്. കാരണം എന്താ വെച്ചാല് മനോജ് സാറിലൂടെയാണ് നമ്മളിലേക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് എത്താൻ കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഇല്ലേ. അപ്പൊ അദ്ദേഹത്തെ ദിവസവും നമ്മൾ നന്ദിയോടുകൂടിയാണ് മനോജ് സാറിനെ ഓർമ്മിക്കുന്നത്. ഈ ഒരു കേരളത്തിലേക്ക് നമ്മളിലേക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് എത്താൻ കാരണക്കാരനായിട്ടുള്ള ആ ഒരു ദൈവദൂതൻ പോലെ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ള ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള നമ്മുടെ
മനോജ് സാറിനെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടെ തന്നെ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം സർ. ഓക്കെ ഓക്കെ, താങ്ക് യു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓ കേൾക്കാം സർ, കേൾക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ് ലീഡേഴ്സ്. വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് കടന്നുപോയത്. ഓരോരുത്തർക്കും കിട്ടിയ റിസൾട്ടുകൾ കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി എന്നുള്ളതാണ്. കാരണം ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരില്ല, 3 മാസേ ജീവിക്കൂ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിട്ട ആളുകളൊക്കെ ഇന്ന് ചെറുപ്പക്കാരനെ പോലെ ചെറുപ്പക്കാരികളെ പോലെ ഓടി നടക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് വന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന്റെ സന്തോഷം എത്രമാത്രമാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിനെല്ലാം നിമിത്തമാകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടവന്നത് തന്നെ ദൈവാനുഗ്രഹം കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ദൈവാനുഗ്രഹം ഉള്ളവരിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തുള്ളൂ. അവർക്ക് മാത്രമേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് ഉപയോഗിച്ചാലേ റിസൾട്ട് കിട്ടുള്ളൂ. ചില ആളുകൾ കുറച്ച് ദിവസം ഉപയോഗിക്കും, പിന്നെ മാറ്റി വെക്കും. ഇതിന് യാതൊരു റിസൾട്ടും ഇല്ല എന്നിട്ട് അങ്ങോട്ട് മാറ്റി വെക്കും. ക്ഷമയുണ്ടാവില്ല. 10-15 വർഷമായിട്ട് ഉള്ള ഷുഗർ ആയാലും, അല്ലെങ്കിൽ BP ആയാലും, വെരിക്കോസ് ആയാലും, അല്ലെങ്കിൽ പാർക്കിൻസൺസ് ആയാലും ഒക്കെ എല്ലാവർക്കും 15 വർഷമായി വേദനയും കൊണ്ട് നടക്കുകയാണ്. പക്ഷെ ഈ പ്രൊഡക്റ്റ് കൊടുത്താൽ 10 ദിവസത്തിനുള്ളിൽ മാറണം. മാറിയില്ലെങ്കിൽ എന്തോ കംപ്ലൈന്റ് ആണ്. ഇതെന്താ പ്രൊഡക്റ്റ് ശരിയല്ല കേട്ടാ. എന്നാലും ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു മരുന്ന് വാങ്ങിയാലും ഡോക്ടേഴ്സ് സർജറി പറയും പോലും പറഞ്ഞ യാതൊരു ഗ്യാരണ്ടിയും ഇല്ല, ഒരു ഉറപ്പില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇങ്ങനെയാണ് അവർ പറയണത് അല്ലെ. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടും വീട്ടിൽ വന്ന് കിടക്കുന്ന ആളുകളുണ്ട്. ഇവിടെ 10-700 മുടക്കുമ്പോൾ അവർക്ക് സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി കൊടുക്കണം, ഗ്യാരണ്ടി ഉണ്ടോ, ഉറപ്പുണ്ടോ, എന്താ ഗ്യാരണ്ടി, ഇങ്ങനെയാണ് ആളുകൾ ചോദിക്കുന്നത്. അപ്പോ അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഒരു ഗ്യാരണ്ടിയും പറഞ്ഞു കൊടുക്കണ്ട. നിങ്ങൾ ഇത്രയും ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം, ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് ആരോടും പറയണ്ട. ഇന്ന ആൾക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. വെരിക്കോസിനുണ്ടോ റിസൾട്ട് ഉണ്ട്, ഇല്ലേ, ഷുഗറിനുണ്ടോ ഉണ്ട്, എല്ലാം. എന്തിനാ റിസൾട്ട് ഇല്ലാത്തത്? എത്ര റിസൾട്ടുകൾ പറഞ്ഞു. മൈഗ്രെയിൻ എന്നൊക്കെ പറഞ്ഞാലേ സ്ത്രീകൾക്ക് ഇല്ല, എത്രയോ സ്ത്രീകൾക്ക് ആ മൈഗ്രെയിൻ മാറിയിരിക്കുന്നത്. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? അത്ര അപാരമായ റിസൾട്ടാണ് ഇവിടെ ഓരോരുത്തരും ഷെയർ ചെയ്തെന്നുള്ളതാണ്. ഇവിടെ കിണറ് കുഴിക്കാൻ പോയ ചേട്ടന്റെ കഥ കേട്ടില്ലേ എല്ലാവരും, അല്ലെ? ആലോചിച്ച് നോക്കണം, കിണറ് കുഴിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അധ്വാനമുള്ള പണിയാണ്. അതൊക്കെ നടുവേദനയൊക്കെ പമ്പ കടന്നു എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കിയേ. ഇന്ന് കോട്ടയത്ത് ഒരു പ്രോഗ്രാമിൽ ഞാൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു റിട്ടയർഡ് SI, അദ്ദേഹത്തിന് ഹാർട്ടിന്റെ പവർ കുറഞ്ഞിട്ട് മറ്റേ മെഷീൻ വെക്കാൻ പറഞ്ഞു. അതിന്റെ പേര് ഞാൻ പെട്ടെന്ന് തൊട്ട്, മെഷീനിന്റെ പേര് പവർ കുറഞ്ഞ വെക്കണം ഹാർട്ടിന്റെ പേസ് മേക്കർ കറക്റ്റ്, പേസ് മേക്കർ. അപ്പൊ പേസ് മേക്കർ വെക്കാൻ വേണ്ടി പറഞ്ഞ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് 3 ലക്ഷം രൂപ. റിട്ടയർഡ് SI ആണ്. അദ്ദേഹം വെച്ചില്ല. അദ്ദേഹം ഒന്ന് കുറച്ച് കഴിയട്ടെ, അങ്ങനെ കഴിയട്ടെ. അപ്പൊ ഇദ്ദേഹം എന്താണെന്ന് വെച്ചാല് പെട്ടെന്ന് ബാലൻസ് തെറ്റിയിട്ട് മറിഞ്ഞു വീഴും. എങ്ങനെയാ നിൽക്കുന്നത്, ഏത് ഭാഗത്തേക്കാ വീഴാന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പുറകോട്ട് വീഴും, ചിലപ്പോൾ മുന്നോട്ട് വീഴും. അങ്ങനെ മുന്നോട്ട് വീണിട്ട് അദ്ദേഹം പറഞ്ഞ കേട്ടാ, ഞാൻ കട പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു മുന്നോട്ട് വീണിട്ട് പല്ലുകളൊക്കെ പോയിരിക്കുക, ഇട്ടിച്ചങ്ങോട്ട് വീണു. പല്ല് പോയത് അങ്ങനെയാണെന്നാ പുള്ളി പറഞ്ഞത്. ഇടിച്ചങ്ങോട്ട് വീണിട്ട് കുറേ നേരം അവിടെ കിടക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ച് എഴുന്നേപ്പിച്ച് വെള്ളമൊക്കെ കൊടുത്ത് കുറച്ചു നേരം ഇങ്ങനെ കഴിയുമ്പോൾ മെല്ലെ ശരിയായി. എന്നിട്ടും അദ്ദേഹം വെച്ചില്ല കേട്ടാ. അപ്പോഴേക്കാണ് ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടിയത്. അത് ഉപയോഗിച്ചു, വാങ്ങിച്ചു ഉപയോഗിച്ചില്ല. വാങ്ങിച്ച ആളെ ശല്യം ഒരു ബന്ധു കൊണ്ട് കൊടുത്താ, അവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാ. എന്നിട്ട് അത് കെട്ടിയിട്ട് ആലമാറിയിൽ വെച്ചു, ഉപയോഗിച്ചില്ല. അത് കഴിഞ്ഞിട്ട് വേറൊരു ബന്ധു അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പ്രസംഗിച്ച്. ഇനി പ്രസംഗമൊന്നും എനിക്ക് കേൾക്കണ്ട, ഇതല്ലേ നേരത്തെ ഞാൻ കുറെ പ്രസംഗം കേട്ടതാണിത് എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ വരാതെ പറഞ്ഞു. ഇത് പ്രസംഗം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നാ പറഞ്ഞു, വീട്ടിൽ നിന്ന്. മനസ്സിലായില്ലേ? പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്, ഉപയോഗിച്ചില്ല. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയി. ഞാൻ ഇപ്പൊ വരാം, എനിക്ക് വരാം, തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ശല്യം ഒഴിവാക്കാൻ വേണ്ടി പോയി അദ്ദേഹം. തിരിച്ചു വന്നിട്ടാകുമ്പോ ഭാര്യയൊക്കെ ചെറിയ മാറ്റം. ഭാര്യ പറഞ്ഞു, സാറ് ചേട്ടാ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇത് നല്ല റിസൾട്ട് ഉണ്ടെന്ന്. ഏതായാലും കാശ് കൊടുത്ത് നമ്മൾ വാങ്ങി വെച്ചില്ലേ, നമുക്കൊന്ന് കിടന്നു നോക്കാം, കൈ കെട്ടി നോക്കാം, വെള്ളം കുടിച്ച് നോക്കാം എന്ന് പറഞ്ഞു. ഇങ്ങനെ അദ്ദേഹം ഭാര്യ നിർബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തില് അത് വിരിച്ച് കിടന്ന് കയ്യിലൊക്കെ കെട്ടി വെള്ളമൊക്കെ കുടിച്ച് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഇപ്പൊ അടിപൊളിയായിട്ട് ചെറുപ്പക്കാരനെ പോലെ പാറിപ്പറന്ന് നടക്കുക അദ്ദേഹം. മനസ്സിലായി? ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. ആലോചിച്ച് നോക്കണം നമ്മുടെ പ്രൊഡക്റ്റിന്റെ മഹിമ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോരുത്തർ റിസൾട്ട് പറഞ്ഞു അല്ലെ. എല്ലാത്തിനും വെരിക്കോസിന് റിസൾട്ട് ഉണ്ടോ? ഉണ്ട്. ഇല്ലേ? തൈറോയിഡിന് റിസൾട്ട് ഉണ്ടോ? ഉണ്ട്. പിന്നെ ഇതിന് അപസ്മാരത്തിന് റിസൾട്ട് ഉണ്ടോ? ഉണ്ട്.
അല്ലെ? ക്രിയാറ്റിൻ റിസൾട്ട് ഉണ്ടോ? ഉണ്ട്. ഏതിനാ റിസൾട്ട് ഇല്ലാത്തത്? അല്ലെ? പാർക്കിൻസൺസിനുണ്ടോ? ഉണ്ട്. സോറിയാസിസിനുണ്ടോ? ഉണ്ട്. കണ്ണിന്റെ കാഴ്ചശക്തി ഇല്ലാത്ത ആളുകൾക്ക് കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്നു. അല്ലെ? താരോ വീഴെന്ന് പറഞ്ഞു കേട്ടു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ സംഭവങ്ങൾ. ഇങ്ങനെ അപാരമായ റിസൾട്ട് കിട്ടുന്ന ദൈവാനുഗ്രഹമുള്ള പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം ഇത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എല്ലാവരും കൈയും മെയ്യും മറന്ന് രാവും പകലും മറന്ന്, മനസ്സിലായ, നമ്മുടെ കംഫേർട്ട് സോണൊക്കെ പൊട്ടിച്ച് ഇറങ്ങി ആളുകളിലേക്ക് എത്തിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ നന്മ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളിലേക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മുഴുവൻ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതാണ് നമ്മുടെ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ അതാണ്. അനുഗ്രഹങ്ങളാണ് ഇവിടെ, അല്ലെ? ആളുകളുടെ അനുഗ്രഹം നമുക്ക് കവിഞ്ഞും മറിയും നമ്മുടെ ശരീരത്തിലേക്ക്, മനസ്സിലേക്ക്, ജീവിതത്തിലേക്ക് വരും. ഒരാൾക്ക് കൊടുത്ത റിസൾട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവരൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവില്ലേ? ഇപ്പം നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ പഠിപ്പിക്കുന്ന പേര് ഞാൻ വിട്ടു, എന്താ അവരുടെ പേരെന്തോ പറഞ്ഞുവിടാ, അല്ലെ? വണ്ടൂര്, അല്ലെ? വണ്ടൂരിന്റെ രാജകുമാരി, ഇല്ലേ? അങ്ങനെ തന്നെ വിളിക്കണം അവരെയൊക്കെ. ആലോചിച്ച് നോക്കിയേ, ജീവിതത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞ ആളുകളാ. ഡോക്ടേഴ്സ് എഴുതിത്തല്ലേ വരാ. നോക്കിയേ, അവിടെയൊക്കെ പോയി പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അവരുടെയൊക്കെ ആ റിസൾട്ട് ഉണ്ടാകുമ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉണ്ടാവില്ലേ? അല്ലെ? അവരുടെ ഒരു കണ്ണുനീര് നമുക്ക് വേണ്ടി ഒഴുകില്ലേ ഒരു ദിവസമെങ്കിലും? അതുപോലെ നമുക്ക് ഈ ജന്മം പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് 100 ആളുകളിലേക്ക് നിങ്ങൾ ഇറങ്ങണം. ആര് കളിയാക്കിയാലും വേണ്ടില്ല, ആര് പുച്ഛിച്ചാലും വേണ്ടില്ല, ആര് അവഗണിച്ചാലും വേണ്ടില്ല. ഇതിനേക്കാൾ നല്ലതുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അവരെ കയ്യിൽ ഇതാണുള്ളത് സാധനം, കേട്ടാ. അതും നോക്കണേ. ഇതിനേക്കാൾ നല്ലത് ഈ ഭൂമിയിലില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ, മനസ്സിലായ? ഒരെണ്ണം വരുമ്പോ അതേപോലത്തെ കുറെ അനുഗ്രഹിച്ച് വന്ന് 6-7 എണ്ണം വന്നു, എല്ലാം കെട്ടിപ്പോയി. ഒരു അഡ്രസ്സും ഇല്ല അവരുടേത്. ഇങ്ങനെ കുറെ എണ്ണം വരും. നല്ലതായിട്ട് ഒന്ന് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോ അതിനെ കോപ്പി അടിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് ഫീൽഡിൽ നിങ്ങൾ പറയണം, വയറ്റോറിയൽ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ എടുക്കാൻ പറയണം അവരോട്. ഇതിന് മാത്രമേ ഗ്യാരണ്ടി ഉള്ളൂ, കേട്ടാ. മറ്റു പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളൊന്നും ഞങ്ങളോട് ചോദിക്കണ്ട. നമ്മൾ ബയോമാഗ്നറ്റിക് തെറാപ്പിയായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച് ഇന്ത്യ ഗവൺമെന്റ് വെബ്സൈറ്റിലുള്ള ആധികാരികമായിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാര് മുതൽ സംസ്ഥാന മുഖ്യമന്ത്രിമാര് മുതൽ ഉപയോഗിക്കുന്നതും, മനസ്സിലായില്ലേ, ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ പേര് ചേർക്കപ്പെട്ടിട്ടുള്ളതായ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണിത്. വേറെ ഏതെങ്കിലും കമ്പനിയുടെ പേരുണ്ടോ എന്ന് ചോദിക്കണം. ആ പറയുന്ന കമ്പനിയുടെ പേര് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലുണ്ടോ? ഏതെങ്കിലും കേന്ദ്രമന്ത്രിമാർ ഉപയോഗിക്കുന്നുണ്ടോ? എന്താണ് ഇതിന്റെ ആധികാരികത എന്ന് നിങ്ങൾ ചോദിക്കണം. ആരോടും നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ പോകുമ്പോൾ പറയാം, ഇത് ഞങ്ങൾ പോയി എടുക്കുന്നുണ്ട്, സോറി ഞങ്ങളുടെ അടുത്തൊക്കെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്നിട്ട് അവർ കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്ന് എടുത്ത് നോക്കി. എന്നിട്ട് അതിന്റെ ഡെമോ കാണിക്കാൻ പറഞ്ഞു. ഡെമോ കാണിക്കുമ്പോഴേക്ക് ഷും എന്നുണ്ട്, അല്ലെ? ചില വാണം വിട്ട് കഴിഞ്ഞാല് മുകളിലോട്ട് പൊങ്ങിപ്പോകും, അല്ലെ? നമ്മൾ അൽസോപ്പറമ്പിൽ കാണാറില്ലേ? അതുപോലെ ഡെമോ ഫെയിലായി എന്ന് പറഞ്ഞിട്ട്. അപ്പോ എനർജി ഇല്ല. അപ്പൊ നമ്മുടെ ഇത് ഒറിജിനലാണ്. കറക്റ്റ് നിയോഡൈമിയം എന്ന് പറയുന്ന റെയർ എർത്ത് മെഡിക്കൽ ഗ്രേഡ് മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടുള്ള സൂപ്പർ പ്രൊഡക്റ്റ്. അതുകൊണ്ടാണ് റിസൾട്ട് കിട്ടുന്നത്. മനസ്സിലായ? അതുകൊണ്ടാണ് റിസൾട്ട് കിട്ടുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം നമുക്ക്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവരും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. നല്ല വിജയം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെ നമ്മുടെ എറണാകുളത്ത് നടക്കുന്ന ഒരു മെഗാ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. രമേശൻ സാറാണ് കൈകാര്യം ചെയ്തത്. അദ്ദേഹം ഏകദേശം ഇപ്പൊ എറണാകുളത്ത് എത്തിയിട്ടുണ്ടാവും. ഞാൻ നേരത്തെ വിളിച്ചിരുന്നു, വന്നുകൊണ്ടിരിക്കുകയാണ് അവര്. കൃത്യം ഒരു 9:30 മണിക്ക് തന്നെ എല്ലാവരും ഹാളിലേക്ക് എത്തണം. പരമാവധി 10 മണിക്ക് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. വേറൊരു ലെവലിലുള്ള പ്രോഗ്രാമാണ്. സാധാരണ BOP, NDOP, RTP ഇങ്ങനെ കുറെ പീകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? BOP, NDOP, RTP കുറെ പീകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് വേറെ തരത്തിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. നമ്മുടെ ന്യൂറോ പാത്വേ ആയിട്ട് ബന്ധപ്പെട്ട, ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ അച്ചീവർ ആക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെറൈറ്റി പ്രോഗ്രാമാണ്. ആരും പാഴാക്കരുത്. നാളെ കൃത്യം 9:30 മണിക്ക് തന്നെ എല്ലാവരും ഹാളിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും റിസൾട്ടുകൾ ഷെയർ ചെയ്ത ഓരോ സുഹൃത്തുക്കളോടും ഓരോ കുടുംബാംഗങ്ങളോടും, എല്ലാവരുടെയും പേരറിയാത്തതുകൊണ്ട് പേരെടുത്ത് പറയുന്നില്ല, ഓരോരുത്തരോടുള്ള ബഹുമാനവും ആദരവും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഇനിയും 100 കണക്കിന് ആളുകളിലേക്ക് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കാനുള്ള ആയുസ്സും ആരോഗ്യവും സമൃദ്ധിയും സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ് ഈ ബേട്ടറെ.